ഓക്കെ. സോ ഫസ്റ്റ് അത്തർഗീബ് ഒക്ടോബർ മന്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ അത്തർഗീബും 2 സെഷനാണുള്ളത്. ഫസ്റ്റ് വൺ ഫോർ മദേഴ്സ്, സെക്കൻഡ് വൺ ഫോർ ദ കിഡ്സ്. അപ്പോൾ ആദ്യത്തെ മദേഴ്സിന്റെ സെഷൻ നമുക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്തത് മിസ്റ്റർ ഷഫീഖ് സ്വലാഹിയാണ്. ഷഫീഖ് സ്വലാഹി മണ്ണാർക്കാട്. മക്കൾ അനുസരണയുള്ളവരാവാൻ എന്നൊരു സെഷനായിരുന്നു നമ്മുടെ ആദ്യത്തെ സെഷൻ. അതേ മാസം രണ്ടാമത്തെ സെഷൻ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് അഷ്കർ ഇബ്രാഹിം, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്ന സെഷനായിരുന്നു. രണ്ടാമത്തെ സെഷൻ ആദ്യത്തെ സെഷനേക്കാളും കൂടുതൽ എന്താ പറയുക അക്സെപ്റ്റൻസ് കിട്ടി. കാരണം അതിൽ കുട്ടികൾക്ക് പല ഗൈഡൻസും നമ്മൾ നൽകി. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളിൽ വന്ന മാറ്റങ്ങളും എന്തൊക്കെയാണ് കുട്ടികൾ അതിനുശേഷം ഓരോ കുട്ടിയും വിത്തൗട്ട് ഈവൻ എന്താ പറയുക ഫോളോ അപ്പ് പോലും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് അവരുടെ നമസ്കാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്തു എന്ന് വരെയുള്ള റിപ്പോർട്ടും ഫീഡ്ബാക്സും എല്ലാം നമുക്ക് നമ്മുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടി. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ സെക്കൻഡ് അത്തർഗീബ് നവംബർ മാസം നടത്തി. അതില് ആദ്യത്തെ സെഷൻ മുനവർ സുലാഹി മക്കൾ മതബോധമുള്ളവരാവാൻ എന്ന ടോപ്പിക്കില് ഒരു സെഷൻ എടുത്തു. എല്ലാ സെഷൻസും കുട്ടികൾക്കുള്ളതാണേലും പേരൻസിനുള്ളതാണേലും എല്ലാ സെഷൻസും വളരെ ഇന്ററാക്റ്റീവായ സെഷൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനും അതേപോലെ വളരെ ഇന്ററാക്റ്റീവായ സെഷൻ ആയിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ സെക്കൻഡ് അത്തർഗീബ് 2.0യുടെ രണ്ടാമത്തെ സെഷൻ കുട്ടികൾക്കുള്ളത് ഷാബിൻ മദനി പാലത്ത്. അദ്ദേഹം നമസ്കാരം ഇഷ്ടമുള്ളവരാവാൻ, നമസ്കാരത്തെ എങ്ങനെ ഇഷ്ടമാവാം എന്ന ഒരു ടോപ്പിക്ക്. ഇൻഫാക്ട് അദ്ദേഹം ഇത് ഫൗസാൻ അഹമ്മദ് ത്രൂ ആണ് ഈ ക്ലാസ് എടുത്തത്. ഒരു ഇൻപുട്സ് കൊടുത്തിട്ട് ഫൗസാൻ അഹമ്മദ് ആയിരുന്നു ക്ലാസ് എടുത്തത്. വളരെ ഇന്ററാക്റ്റീവായ, വളരെ കുട്ടികൾക്ക് വളരെ ആക്ടിവിറ്റി ബേസ്ഡ് ആയ ഒരു ക്ലാസ് കൂടി ആയിരുന്നുകൊണ്ട് നമുക്ക് അതിനും നല്ല റെസ്പോൺസും നല്ല ഫീഡ്ബാക്സും ആണ് കിട്ടിയത്. അൽഹംദുലില്ലാ നമ്മൾ മൂന്നാമത്തെ അത്തർഗീബിലേക്ക് എത്തിയിരിക്കുകയാണ്, അത്തർഗീബ് 3.0. ഇന്ന് നമ്മളോട് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഇസ്ന ഇബ്രാഹിം ആണ്. ഉമ്മമാരെ ദുഃഖവും പേടിയും വേണ്ട എന്ന ഒരു ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതേപോലെ ഈ മാസം അവസാനം കുട്ടികൾക്കുള്ള ഒരു സെഷനും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ അങ്ങനെ കിട്ടിയ ഓരോ ഫീഡ്ബാക്സ് പ്രകാരം ആണ് നമ്മൾ ഇന്ന് ഇവിടെ എക്സ്ക്ലൂസീവായിട്ട് മദേഴ്സ് ഓൺലി ഒരു ക്ലാസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന പല ഫീഡ്ബാക്സും ഇതിന്റെ ഈ സെഷന്റെ ഇടയിൽ നമുക്ക് ഫീഡ്ബാക്ക് ഫോം ഇതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സ് അനുസരിച്ചാണ് നമ്മൾ അടുത്ത സെഷൻസും ചെയ്യുന്നത്. നമ്മുടെ ഈ ആദ്യമായി നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഓരോ ഉമ്മമാരെയും ബാംഗ്ലൂർ ഇസ്ലാഹി സെന്ററിന്റെ പേരിൽ ഞാൻ അത്തർഗീബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ സെഷൻ നമുക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പ്രശസ്ത ചൈൽഡ് സൈക്കോളജിസ്റ്റും ഷീസ് ഓൾസോ ദി ചീഫ് കൺസൾട്ടന്റ് അറ്റ് ആൽഫ ഹോമിയോപ്പതി ആൻഡ് ലേണിംഗ് അക്കാഡമി, ഡോക്ടർ ഇസ്ന ഇബ്രാഹിം ആണ്. ഞാൻ ടൈം കൂടുതൽ എടുക്കുന്നില്ല, ബിക്കോസ് നമുക്ക് കട്ട് ഓഫ് ടൈം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 7:50 തീർക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ 1 hour കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സെഷനിലേക്ക് ഞാൻ ഡോക്ടർ ഇസ്ന ഇബ്രാഹിമിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓവർ ടു യു ഡോക്ടർ ഇസ്ന ഇബ്രാഹിം. ജസാക്കല്ലാഹു ഖൈർ. എന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, അതൊന്ന് കോ-ഹോസ്റ്റ് ആക്കുകയാണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യായിരുന്നു സ്ക്രീൻ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം, ഞാൻ അതൊന്ന് ചെയ്യായിരുന്നേ. അതിലൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഓക്കെ.
ആയിട്ടുണ്ടല്ലോ അല്ലേ? yes. ഓക്കെ, താങ്ക്സ്. ഓക്കെ. Okay. Alhamdulillah. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'een. Allahumma anfa'na bima 'allamtana wa 'allimna ma yanfa'na wa zidna ilma. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Assalamu alaikum wa rahmatullahi wa barakatuhu. ഡിയർ സിസ്റ്റേഴ്സ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഉമ്മമാരെ ദുഃഖവും പേടിയും വേണ്ട അല്ലേ? വളരെ അയറോണിക് ആയ ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ദുഃഖവും പേടിയും ആവലാതിയും സ്നേഹവും അനുകമ്പ എല്ലാം ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമാണ് അല്ലേ? ആ ഉമ്മയുടെ പേടിയും ദുഃഖവും എന്ന് പറയുന്നത് മരണം വരെ ഉണ്ടാകും. മക്കള് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, വലുതായി അവർ അവരുടെ നിലയിൽ എത്തിയാൽ പോലും ഉമ്മയുടെ സ്നേഹവും ദുഃഖവും ഇതൊന്നും മാറുന്നതല്ല അല്ലെ? പക്ഷേ എങ്കിലും അള്ളാഹു പറയുന്നുണ്ട്, ലാ തഹസൻ, നിങ്ങൾ പേടിക്കണ്ട. കാരണം അതിന് പല വഴികൾ അള്ളാഹു നമുക്ക് ഖുർആനിലൂടെയും ഹദീസുകളുടെയും നബിചര്യകളിലൂടെ ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയത് ഇതൊരു വൈഡ് ടോപ്പിക് ആണ്. പാരന്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. 1 മണിക്കൂറൊന്നും അല്ല, എത്രയോ മാസങ്ങൾ വർഷങ്ങൾ എടുത്താൽ പോലും തീരാത്ത ഒരു ടോപ്പിക്കാണ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഞാൻ ഒരു ടെക്നിക്, പാരന്റിംഗിൽ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ. ആൻഡ് ബൈ ദ ടൈം ചാറ്റ് ബോക്സ് സജീവമാക്കാം. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും. എനിക്കറിയാം എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ മടിയായിരിക്കും. സോ യു ക്യാൻ യൂസ് ചാറ്റ് ബോക്സ്, അതിലൂടെ ഉത്തരങ്ങൾ നൽകാം. സോ ഇറ്റ് വുഡ് ബി ആൻ ഇന്ററാക്റ്റീവ് ആവുമ്പോൾ എന്താണ്, എനിക്കും ഒരു ഉറപ്പ് കിട്ടും ദാറ്റ് യു പീപ്പിൾ ആർ റെസ്പോണ്ടിങ്, യു പീപ്പിൾ ആർ ലിസണിങ് ഓർ ലേണിംഗ് സംതിങ്. എന്തെങ്കിലും ഒരു പഠിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തസല്ലി എനിക്ക് ഉണ്ടാകും. സോ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് തുടങ്ങാം. എന്താണ് ഈ ഉമ്മമാരോട് പേടിക്കേണ്ട ദുഃഖിക്കേണ്ട എന്ന് പറയാൻ കാരണം, നമ്മളിവിടെ എല്ലാവരും ഉമ്മമാരാണ് അല്ലേ? മക്കളെ വളർത്തേണ്ട പല രീതികളും നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് പല കാര്യങ്ങളിലും വർക്ക്ഔട്ട് ചെയ്യുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മൾ പാരന്റിങ് വിത്ത് ലവ്, ലോജിക് ആൻഡ് ലിമിറ്റ്സ്, സ്നേഹവും ലോജിക്, ഹിക്മ, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് അല്ലെ? ഇതിന്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹത്തോടെ വളർത്തണം കുട്ടികളെ, ക്ഷമയോടുകൂടി, വാത്സല്യത്തോടു കൂടി. അതേപോലെ ഒരു ലോജിക്ക് യൂസ് ചെയ്യണം, ഒരു ഹിക്മ വെച്ചിട്ട് വേണം മക്കളെ പഠിപ്പിക്കാനും അവരെ വളർത്തിയെടുക്കാനും. അതേപോലെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ലിമിറ്റ്സ്. അതായത് കുട്ടിയെ വളർത്തുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു പരിധി വെക്കണം അല്ലേ? എല്ലാ കാര്യം തോന്നുന്ന പോലെ ചെയ്യാൻ അനുവദിക്കാൻ പറ്റുമോ? ആസ് എ മുസ്ലിം നെവർ. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്ത് കാര്യത്തിനാവട്ടെ, ഇവൻ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നടത്തത്തില് ഇരുത്തത്തിലും പെരുമാറ്റത്തില് എല്ലാത്തിനും ഒരു പരിധി വേണം നമുക്ക് അല്ലെ? അപ്പൊ ഈ പരിധി ഇല്ലാതെ നമുക്ക് വളർത്താൻ സാധിക്കില്ല. അപ്പം പാരന്റിങ്, ദ ആർട്ട് ഓഫ് പാരന്റിങ് വിത്ത് ബൗണ്ടറീസ് അല്ലെങ്കിൽ ലിമിറ്റ്സ്, അതാണ് ഇവിടെ മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പം ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ലെറ്റ് മീ ക്ലിയർ ദ ബേസ്. ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട് അല്ലേ? അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. സൂറ ബഖറയിലെ 286 ആയത്തിലെ ഒരു ഭാഗമാണ് ഇത്. എന്താ ഇതിൽ പറയുന്നത്? അള്ളാഹു ആർക്കും അവരുടെ കഴിവിനപ്പുറമുള്ള ഒരു ഭാരം ചുമത്തില്ല. അതൊരു വാഗ്ദാനമാണ് അള്ളാഹു നൽകിയത് അല്ലേ? നമുക്ക് നമ്മുടെ കഴിവിന് പറ്റുന്നതേ അള്ളാഹു തരുള്ളൂ, അത് ഉറപ്പാണ്. കഴിവിന് പറ്റാത്തത് നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള പരീക്ഷകൾ അള്ളാഹു നൽകുകയുമില്ല. സോ ജസ്റ്റ് ഇമാജിൻ, നമുക്കിപ്പൊ നമ്മുടെ മക്കളാണ് മുന്നിലുള്ള ഏറ്റവും വലിയ പരീക്ഷണം. പാരന്റിങ് ഒരു വലിയ ചലഞ്ച് ആണല്ലേ ഇന്നത്തെ കാലത്ത്. ആ ചലഞ്ച് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് വി ആർ ഏബിൾ ടു ഡു ഇറ്റ്. നമ്മൾ അതിന് കാപ്പബിൾ ആണെന്ന് അള്ളാഹുവിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് അതിന് നൽകിയിരിക്കുന്നത്.
അപ്പൊ ഇതെന്താണ്, നമുക്ക് കഴിയും. എസ്പെഷ്യലി ഉമ്മമാര്. ഈ ഒരു സെഷൻ എക്സ്ക്ലൂസീവ്ലി ഫോർ ഉമ്മ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉമ്മമാർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഒരു ഉപ്പയെക്കാളും കൂടുതൽ മക്കളെ മനസ്സിലാക്കുന്നത് ആർക്കാ സാധിക്കുക? ഉമ്മക്ക് മാത്രമാണ്. ബിക്കോസ് ഉമ്മ 9 മാസം മുൻപേ ആ കുട്ടിയെ പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലെ. നമ്മുടെ ഗർഭപാത്രത്തിൽ കുട്ടി 9 മാസം കടക്കുമ്പോ തന്നെ നമുക്ക് ആ കുട്ടിയുടെ എല്ലാ മാറ്റങ്ങളും ചലനങ്ങളും മനസ്സിലാകും. പക്ഷെ ഉപ്പക്ക് അത് സാധിക്കോ? ഇല്ല. ഉപ്പക്ക് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഉമ്മ എന്ന് പറയുന്നത് വളരെയധികം കുട്ടിയുടെ അടുത്തുള്ള ഒരു സ്ത്രീയാണ്. അപ്പം ഉമ്മയ്ക്ക് സാധിക്കാത്ത ഒരു ചലഞ്ചും അള്ളാഹു നൽകില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരുപാട് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലെ, വൈകല്യങ്ങളുള്ള കുട്ടികൾ. അൽഹംദുലില്ലാ നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല ബുദ്ധിയും ശാരീരികവും മാനസികമായ ആരോഗ്യമൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കപ്പോ ഈ ഡിസബിലിറ്റീസിനെ കുറിച്ച് അറിയില്ല. ഓൾദോ ഡിസബിലിറ്റീസ് പറയാൻ പാടില്ല, വി ഷുഡ് നെയിം ഇറ്റ് എ സ്പെഷ്യൽ എബിലിറ്റീസ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ഉമ്മമാർക്ക് മാത്രം അറിയുള്ളൂ അതൊരു സ്പെഷ്യൽ എബിലിറ്റി അല്ല, അതൊരു വൈകല്യം തന്നെയാണ്. കാരണം അതിലൂടെ ഉണ്ടാവുന്ന പ്രയാസം ആ കുട്ടിയും കുട്ടിയുടെ പേരൻസുമാണ് അനുഭവിക്കുന്നത്. സോ വൈകല്യമുള്ള കുട്ടികൾ അല്ലെ, അവർക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാവും. അവരുടെ പേരൻസിന് അതിന്റെ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കാനുണ്ടാവും. എന്തുകൊണ്ട് അള്ളാഹു അവർക്ക് ആ ഒരു ചലഞ്ച് കൊടുത്ത്? കാരണം അള്ളാഹ്ക്ക് അറിയാം അവർക്കത് താങ്ങാൻ കഴിയുന്നത്. അങ്ങനെയുള്ള പേരൻസിന് അതൊരു വലിയ പരീക്ഷണമായി കൊടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ പേരൻസിന് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടെന്ന് അള്ളാഹുവിന് അറിയാം. നമുക്കത് നൽകിയില്ല, ബിക്കോസ് വി ആർ വീക്കർ. നമുക്കത് താങ്ങാനുള്ള ശക്തി ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ആ പരീക്ഷണം നൽകാഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ പരീക്ഷണങ്ങൾ കിട്ടുന്ന, വൈകല്യമുള്ള മക്കളെ കിട്ടുന്ന പേരൻസ് എസ്പെഷ്യലി ദേ ആർ ലക്കിയർ. അവർ ഭാഗ്യമുള്ളവരാണ്. കാരണം അള്ളാഹു അവരെ ആ രൂപത്തിലാണ് പരീക്ഷിക്കപ്പെടുന്നത്. പരീക്ഷിക്കപ്പെടുന്നവര് ഭാഗ്യവാന്മാരാണെന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് ബേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് പ്രയാസപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിന് ഉറപ്പാണ് നമുക്ക് നേരിടാൻ പറ്റും. ബട്ട് എ ലിറ്റിൽ ബിറ്റ് എഫേർട്ട് ഈസ് നീഡഡ്. അതിനെ നമ്മൾ ശ്രമിക്കണം. നമുക്കിത് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് കുട്ടികളുടെ അടുത്ത് പെരുമാറൂ, എനിക്ക് പറ്റാവുന്ന രൂപത്തിൽ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ആ പരീക്ഷത്തിൽ തോറ്റുപോയാലോ, ദ എൻഡ് വിൽ ബി നോട്ട് ഗുഡ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ബേസ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പരീക്ഷണം വന്നാലും വിൽ ബി ഏബിൾ ടു ഫേസ് ഇറ്റ്. അത് നമ്മൾ താങ്ങാനും അത് സഹിച്ചു മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ ക്ലിയർ മോട്ടിവേഷൻ ടു ഓൾ ദ മദേഴ്സ് ഓവർ ഹിയർ. സോ നിങ്ങൾക്ക് എന്ത് പ്രയാസം വരുന്നതും നിങ്ങൾക്ക് താങ്ങാവുന്നതാണെന്നുള്ള ഒരു ഫാക്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക. സോ നമ്മൾ പാരന്റിംഗ് വിത്ത് ലവ് ആൻഡ് ലോജിക്കിന്റെ ഒരുപാട് ക്ലാസ്സസ് കേട്ട്, ഇവൻ അത്തർഗീബിലൂടെ തന്നെ ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മക്കളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഹിക്മയോട് കൂടെ വളർത്തണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ബൗണ്ടറീസ് വെച്ച് വളർത്തുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആവും അല്ലെ. നമ്മൾ പരിധികൾ വെക്കുമ്പോൾ, ഇപ്പൊ കുട്ടികളുടെ അടുത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെ ചില കാര്യങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നേ? ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കത് ബൗണ്ടറീസ് വെക്കാതിരിക്കാൻ പറ്റോ? ഇല്ല. എല്ലായിടത്തും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. ഇവൻ ഒരു സ്കൂളിൽ, ഒരു പബ്ലിക് പ്ലേസിൽ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എല്ലായിടത്തും ബൗണ്ടറീസ് ഉണ്ട്, പരിധികളുണ്ട്. അപ്പൊ നമ്മളത് വീട്ടിലേ ശീലിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുട്ടി പുറത്തു പോയാൽ അവന് തോന്നിയ പോലെ പെരുമാറും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ഷുഡ് ക്രിയേറ്റ് എ ക്ലിയർ ബൗണ്ടറി വൈൽ പാരന്റിങ്. വളർത്തുമ്പോൾ നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്ത് തന്നെ വളർത്തണം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജൗഹർ സാറിന്. സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, വളരലും വളർത്തലും രണ്ടും വേറെയാണ്. കുട്ടിയെ നമ്മൾ എന്താ ചെയ്യണേ? വളരാൻ അനുവദിക്കുകയാണോ വേണ്ടത്? യൂസ് ദ ചാറ്റ് ബോക്സ് പ്ലീസ്. യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ വൈ, അല്ലെങ്കിൽ നോ. കുട്ടിയെ തന്നെ വളരാൻ അനുവദിക്കണോ അതോ നമ്മൾ വളർത്തണോ? വളരാൻ അനുവദിക്കണമെങ്കിൽ യെസ് നേടാ, അല്ലെങ്കിൽ നോ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ കുട്ടിയെ വളർത്തുകയാണ് വേണ്ടത് അല്ലേ. വളരൽ തന്നെ വളരും. പക്ഷേ ആസ് എ മുസ്ലിം ഉമ്മമാർ അല്ലെങ്കിൽ മുസ്ലിം പേരൻസ് ആയതുകൊണ്ട് നമ്മൾ കുട്ടിയെ വളർത്തണം. അപ്പൊ എന്താണ് ഈ വളരലും വളർത്തലും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ നമ്മളിവിടെ കണ്ടുല്ലേ, സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്. ഒരു കുട്ടി ജനിച്ചു, കുട്ടിക്ക് പല മൈൽ സ്റ്റോൺസ് ഉണ്ടാകും. കുട്ടി കമഴും, ആദ്യം ഇരിക്കും,
പിന്നെ നടക്കാൻ, മുട്ടുകുത്തി നീന്താൻ തുടങ്ങും, ദെൻ നിൽക്കാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും. ഇതിന്റെ ഒപ്പം തന്നെ വേറെ പല ഫിസിക്കൽ ചേഞ്ചസും വരുന്നുണ്ട് കുട്ടിക്ക്. അതേപോലെ കുട്ടി അതിനെ കൂടി സംസാരിക്കാൻ തുടങ്ങുന്നു, സോഷ്യൽ സ്മൈൽ, അങ്ങനെ പലതും വളർന്നുകൊണ്ടിരിക്കുക അല്ലെ, ഡെവലപ്മെന്റ് നടക്കുവാണ് കുട്ടിയുടെ. ഇതെല്ലാം കുട്ടി നേടിയെടുത്ത് ഒരു ടോഡ്ലർ ആകും, അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ഗോയിങ് ചൈൽഡ് ആവും, പിന്നെ ടീനേജ്, അഡൽട്ട്, ഓൾഡ് ഏജ്, അങ്ങനെ ഈ സ്റ്റേജസിലൂടെ കടന്നു പോകും. ഇത് നോർമലാണ്. വളർത്തിയാലും വളർന്നില്ലെങ്കിലും, ഐ മീൻ വളർന്നാലും വളർത്തിയാലും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും അല്ലേ. പക്ഷേ അതിൽ വരുന്ന പല മെന്റൽ ഇന്റലക്ച്വൽ ഗ്രോത്ത് അതെങ്ങനെ ഉണ്ടാവുന്നേ? അത് നമ്മൾ വളർത്തുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ്. വളർത്തുമ്പോൾ മാത്രമേ ഒരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി, ഒരു ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് ഒരു കുട്ടി വളരുകയുള്ളൂ. പക്ഷേ വളരാൻ അനുവദിച്ചാലാ? അപ്പുറത്തൊരു പടം കണ്ട മൗഗ്ലിയുടെ? മൗഗ്ലി എന്താ ഉണ്ടായത്? അവനെ ആരും വളർത്തിയില്ല, അവൻ വളർന്നതാണ്. ഈവൻ ദോ ഇറ്റ്സ് എ ഫിക്ഷ്യസ് സ്റ്റോറി, നമുക്കതൊരു ഉദാഹരണമായിട്ട് എടുക്കാം അല്ലെ. കുട്ടി തന്നെ കാട്ടില് വളർന്നതാ. ആരുടെ കൂടെ? മൃഗങ്ങളുടെ കൂടെ. അതുകൊണ്ട് എന്താ, കുട്ടിക്ക് സ്വന്തം അവറത്ത് മറക്കണം എന്നുള്ളൊരു ബോധം പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് വളരലും വളർത്തലും തമ്മിലുള്ള വ്യത്യാസം. വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് പരിധികൾ കൊടുക്കേണ്ടി വരും. ഇടപഴകേണ്ടടുത്ത് ഇടപഴകണം, എല്ലാത്തിനും അനുവദിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡിങ് വേർഡ് അല്ലേ, മൈ ലൈഫ് മൈ റൂൾസ്. എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പക്ഷെ നമുക്കത് അനുവദിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി ഇറ്റ്സ് യുവർ ലൈഫ്, ബട്ട് ഇറ്റ്സ് എ ഗിഫ്റ്റഡ് ലൈഫ് ഫ്രം ഓൾമൈറ്റി. നിങ്ങൾക്ക് കിട്ടിയ ലൈഫ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ കഴിയില്ല. ഇറ്റ് ഷുഡ് ബി ലിമിറ്റഡ്. അത് നിങ്ങൾ ലിമിറ്റ് ആക്കണം. അത് ലിമിറ്റ് എവിടെയാണ്? ഇസ്ലാമിക് ബൗണ്ടറീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വിൽ കം ടു ദാറ്റ് സ്ലോലി. അപ്പൊ ഇതാണ് വളരലും വളർത്തലും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് ബേസിക് മനസ്സിലാക്കണം. കുട്ടിയെ തന്നെ വളരാൻ അനുവദിക്കരുത്. നമ്മൾ ഇടപഴകണം. സെറ്റ് യുവർ ലിമിറ്റ്സ്, സെറ്റ് യുവർ ബൗണ്ടറീസ്. പക്ഷേ ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നത്? എന്താ സംഭവിക്കാം? നമ്മൾ കുട്ടികളുടെ അടുത്ത് നോ പറയും, കുട്ടികളുടെ അടുത്ത് ഫോൺ അധികം യൂസ് ചെയ്യരുതെന്ന് പറയും, കുട്ടികളുടെ അടുത്ത് മ്യൂസിക് കേൾക്കരുതെന്ന് പറയും, കുട്ടികളുടെ അടുത്ത് മേക്കപ്പ് ചെയ്യരുത്, ഡ്രസ്സിങ് സ്റ്റൈൽ ഇസ്ലാമിക് ആക്കണം എന്ന് പറയും. എന്താ സംഭവിക്കുക അപ്പം? ദേ റൺ ഫ്രം us അല്ലേ? നമ്മളിൽ നിന്ന് അവർ അകന്നു പോകും. അപ്പം ഇതുകൊണ്ടാണ്, യെസ്, നമ്മളുടെ എനിമി ആകും അവര്. അപ്പൊ ഈ എനിമി ആകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള സ്ട്രാറ്റജീസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നമുക്ക് ഓരോ ദിവസം നമ്മുടെ ലൈഫിൽ പല ഇൻസിഡൻസ് വരും വേർ വി ഹാവ് ടു സെറ്റ് ബൗണ്ടറീസ്. നമ്മൾ ഇതിങ്ങനെ ഒത്തിരി തവണ കുട്ടികളെ എതിർത്ത് പോകുമ്പോൾ അറ്റ് ദ എൻഡ് എന്താ സംഭവിക്കുന്നത്? ടോട്ടലി കോൺഫ്ലിക്റ്റ്. അവര് നമ്മുടെ ശത്രുവാകും, അവർക്ക് നമ്മളെ ഇഷ്ടമല്ലാതാകും. എസ്പെഷ്യലി ടീനേജേഴ്സ്. നമ്മൾ പറയുന്ന ഒരു കാര്യം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, എന്താ ഗോ അവേ ഫ്രം us, നമ്മളിൽ നിന്ന് അവർ അകലും. അത് സ്വാഭാവികമാണ്. അപ്പം അതാണ് നമ്മൾ ഇവിടെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പോണത്. എന്ത് ചെയ്താലാണ് കുട്ടി നമ്മുടെ ബൗണ്ടറീസ് അനുസരിക്കുകയും ചെയ്യും, ആൻഡ് ദേ ഡോണ്ട് ഗോ അവേ ഫ്രം us. ഓക്കെ, സോ ദിസ് ഇസ് ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, ഞാനും ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് പാരന്റിങ്ങിൽ. വർഷങ്ങളായിട്ട് പാരന്റിങ് ക്ലാസ്സസും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് പഠിക്കുന്ന ഒരാളാണ്. പഠിച്ച് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് മെത്തേഡ്സ് ആണ്. പക്ഷെ ഈ മെത്തേഡ് യൂസ് ചെയ്താല് വല്ലാഹി 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ബട്ട് യു ഷുഡ് ബി കൺസിസ്റ്റന്റ്. എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ട് കംപ്ലീറ്റ്ലി അച്ചീവ്ഡ് യെറ്റ്, ഞാൻ സത്യമായിട്ട് തന്നെ പറയാം. ബട്ട് ഇത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ആൻഡ് ദേ വിൽ ഓൾ ബി ഒബീഡിയന്റ്, അനുസരണയുള്ള മക്കളാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് സ്ട്രാറ്റജി ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്സെപ്റ്റൻസ്. മനസ്സിലാക്കുക, എന്നിട്ട് അവരെ അംഗീകരിക്കുക. എന്താണ്? അതായത് നമ്മുടെ ജനറേഷൻ അല്ല അവരുടെ ജനറേഷൻ. നമ്മുടെ മക്കൾ ഏതൊക്കെ ജനറേഷനിൽ പെട്ടതാ? ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഏജ് ഗ്രൂപ്പ് ഒന്ന് താഴെ ഇടാവോ? സോ ദാറ്റ് ഇറ്റ് വുഡ് ബി, മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലാന്നുള്ളത്. 12 years, 20, 7, 6, 3, yes, 7,
ഓക്കെ ഓക്കെ സോ ടോഡ്ലർ തൊട്ട് ഒരു ടീനേജ് വരെ ഉണ്ട് മക്കൾ അല്ലേ? യെസ്, 33 വയസ്സായ മോളാണ് മോനെ അറിയില്ല, ബട്ട് സ്റ്റിൽ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ ചൈൽഡ്. അതാ ഞാൻ പറഞ്ഞത്, ഉമ്മയുടെ ഒരു ആവലാതി എന്ന് പറയുന്നത് മരണം വരെ ഉണ്ടാകും. യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള മക്കളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പിലുള്ള മക്കൾ എല്ലാവരും ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്? ജെൻ സി ആൻഡ് ആൽഫ ജനറേഷൻ. ഓക്കെ, അപ്പൊ ഈ കാറ്റഗറി, ഈ ജെൻ സിയും ജെൻ ആൽഫ എന്ന് പറയുന്ന സംഭവമൊക്കെ അറിയാവോ എല്ലാവർക്കും? അറിയില്ലെങ്കിൽ പഠിക്കണം. അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം നമ്മുടെ മക്കളെ ഏതൊരു കാറ്റഗറിയിൽ പെട്ടതാന്നുള്ളത് നമ്മൾ പഠിക്കാതെ നമുക്ക് അവരെ മനസ്സിലാവാൻ കഴിയില്ല. ജെൻ സി എന്ന് പറയുന്നത് ഒരു 1997 തൊട്ട് 2010 വരെയുള്ള മക്കളാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ അവര് ഏകദേശം ഒരു ടീനേജ് ആയിരിക്കും. ഓക്കെ, ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആയതും വളരെയധികം ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പല മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ മനസ്സിലാവില്ല, നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റൂല. അപ്പം എളുപ്പം ഏതാണ്? നമ്മൾ അവരെ മനസ്സിലാക്കുക. കാരണം നമ്മൾ ആ ടീനേജ് കഴിഞ്ഞ് വന്നതാണ് അല്ലേ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ജനറേഷൻ ഗ്യാപ്പ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ്. നമ്മൾ പഠിച്ചു വളർന്ന രീതിയല്ല നമ്മുടെ മക്കളുടെ. അത് ഉറപ്പല്ലേ? കാരണം എല്ലാ സാഹചര്യങ്ങളും മാറി, എല്ലാ കാര്യങ്ങളും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഉമ്മയും വാപ്പയും വളർത്തിയ പോലെ നമുക്ക് ഇന്നത്തെ കാലത്ത് വളർത്താൻ പറ്റില്ല. ബിക്കോസ് ദ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ജെൻ സി എന്ന് പറയുന്നത് ആ ജനറേഷൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മൊബൈൽ സ്ക്രീൻസ് കിട്ടി തുടങ്ങിയ കാലമാണ്. ജെൻ ആൽഫ എന്ന് പറയുന്നതോ, ദേ ആർ നേറ്റീവ് ഡിജിറ്റൽസ്. അവർ ജനിച്ചപ്പോ തൊട്ട് ഫോൺ ഉണ്ട് അവർക്ക് മുന്നിൽ. അവർ സ്ക്രീൻ കണ്ടുകൊണ്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ഫോണിൽ പഠിക്കാൻ താമസം എടുക്കുമെങ്കിലും ജെൻ ആൽഫ കുട്ടികളെ ടപ്പേന്ന് പറഞ്ഞ് എടുത്തരും എല്ലാതും ഇല്ലേ? നമ്മൾ അവർ പഠിപ്പിച്ചരും. അത് ആ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടാണ്. അവരുടെ ബുദ്ധിയും നമ്മുടെ ബുദ്ധി, അവർക്ക് അറ്റൻഷൻ സ്പാൻ തീരെയില്ല. അവർക്ക് 1 മണിക്കൂർ ലെക്ചർ ഒന്നും കേട്ടിരിക്കാൻ പറ്റൂല ക്ലാസ്സിൽ. ദേ ഹാവ് വെരി ലെസ് അറ്റൻഷൻ സ്പാൻ. നമുക്കും ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അത് റീൽസിന്റെ സൈഡ് ഇഫക്റ്റ് ആണ്. അത് വേറൊരു വിഷയം, പോട്ടെ. ഓക്കെ, അപ്പം അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ള കുട്ടികൾ, ലെക്ചേഴ്സ് ഇഷ്ടമില്ല, ഒരുപാട് ഉപദേശിക്കുന്ന ഇഷ്ടമില്ല, സ്ക്രീനാണ് അവരുടെ ജീവിതം, റീലാണ് റിയൽ ലൈഫ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുട്ടികളാണ് ജെൻ സെഡും ജെൻ ആൽഫയും. ഈ കുട്ടികൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അവരെ സ്വീകരിക്കുക. ഹൗ ആർ ദേ, ആ ജനറേഷൻ എങ്ങനെയാണ്, അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. അതിന് നമ്മുടെ തോട്ട്സ് ഒന്ന് ചേഞ്ച് ആക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കുമോ പിന്നെ നിങ്ങളുടെ കാലത്ത് മാത്രമേ ഉള്ളൂ ഈ സംഭവം, ഞങ്ങളുടെ കാലത്തൊന്നും ഉണ്ടായില്ലല്ല, ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി എന്നൊക്കെ നമ്മൾ പറയും. ബട്ട് യു ഹാവ് ടു ചേഞ്ച് യുവർ തോട്ട്. നമ്മുടെ കാലത്തില്ലാത്തത് ഈ കാലത്ത് ഉണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്തേ പറ്റൂ. എങ്കിലേ നമുക്ക് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇനി വേറൊരു സംഭവം ഉണ്ട് അല്ലേ, തള്ള വൈബ് തന്ത വൈബ്. ഇന്നത്തെ എല്ലാ കുട്ടികളും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം. എന്താണ് ഈ തള്ള വൈബ് തന്ത വൈബ്? എന്തെങ്കിലും ചെയ്തു വരുമ്പോഴേക്കും നമ്മളെ ലെക്ചർ തുടങ്ങും. അപ്പൊ അവിടെ നിന്ന് പിറുപിറുക്കും, ആ വന്നിട്ടുണ്ട് തള്ള വൈബ്, ദേ തുടങ്ങിയിട്ടുണ്ട് തന്ത വൈബ് അല്ലേ? എന്തുകൊണ്ടാ കുട്ടികൾ അങ്ങനെ പറയുന്നത്? വി ആർ, നമ്മൾ ആ വൈബിലാണ് അവരുടെ അടുത്ത് പെരുമാറുന്നത്. നമ്മൾ അവരുടെ കൂടെ, അവരുടെ ഫ്രണ്ട് ആയിട്ട് അവരുടെ വൈബിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ദേ വോണ്ട് റിയാക്ട് ആസ് തള്ള വൈബ് ആൻഡ് തന്ത വൈബ്. അവരെ നമ്മളെ അടുത്ത് ആ ഒരു വേർഡേ യൂസ് ചെയ്യില്ല. ഈ ടീനേജേഴ്സ് കൗൺസിലിങ്ങിന് വരുമ്പോ അവർ പറയുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്, ഞാൻ എൻ്റെ ഉപ്പാടെ അടുത്തും ഉമ്മാടെ അടുത്തും പറയുന്ന പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാവേയില്ല. അവർക്ക് എത്ര ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവർ ഈ വെറും തള്ളവൈബും തന്തവൈബും പഴയ കാല ചിന്താഗതികൾ ഇല്ലേ? നമുക്ക് തന്നെ നമ്മുടെ പേരൻസ് അവരൊത്തിരി പഴയതാണ്. അവർ ചില പഴയ കാര്യങ്ങൾ പറയുമ്പോൾ വാട്ട് വി ഫീൽ, എന്താ ഇവർ ഇത്രയും പഴയ കാലേ, ലോകം ഇത്രയും വളർന്നു, ലോകം ഇത്രയും ചേഞ്ച് ചെയ്തു, ബട്ട് സ്റ്റിൽ ദേ ആർ ഇൻ ദയർ ഓൾഡ് തോട്ട്സ്. നമ്മൾ എന്നെ വിചാരിക്കില്ലേ? അപ്പൊ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ മക്കൾ എന്തൊക്കെയായിരിക്കും നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്. നമ്മുടെ ഈ വൈബ് വരാനുള്ള മെയിൻ കാരണം വി ലേൺ ഫ്രം അവർ പാരന്റ്സ്. പക്ഷേ ഇവിടെ അൺലേണിംഗ് നടക്കണം. നമ്മൾ ലേൺ ചെയ്യരുത്. ഈ കാര്യമെല്ലാം നമ്മൾ ലേൺ ചെയ്യേണ്ടത്, നമ്മൾ പുതിയൊരു കാര്യം ലേൺ ചെയ്യണം. ഓക്കെ, പഴയ പഠിച്ചത് മായ്ച്ചു കളയുക, പുതിയ വൈബ്സ് പഠിക്കുക. അതായത് നമ്മളെ മക്കളുടെ ഫ്രണ്ട്സിനെ നമ്മൾ ഫ്രണ്ട് ആക്കുക. അതാണ് ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് ട്രിക്ക്. ഓക്കെ, നമ്മുടെ മക്കൾ ചിലപ്പോൾ നമ്മളടുത്ത് ഫ്രണ്ട് ആവില്ല, ബിക്കോസ് അവർക്കൊരു മടിയായിരിക്കും നമ്മളടുത്ത് എല്ലാം തുറന്നു പറയാം. പക്ഷെ അവരുടെ ഫ്രണ്ട്സിന് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ ബി ദെയർ ഫ്രണ്ട്സ്. ബോയ്സ് ആണെങ്കിൽ വാപ്പ,
ബോയ്സിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട് ആവാം. ഗേൾസ് ആണ് മക്കളെങ്കിൽ ഉമ്മമാർ അവരെ ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട് ആവാം. ആൻഡ് ദിസ് ഇസ് ദ വേ വി ക്യാൻ ലേൺ ദെയർ വൈബ്. അവരുടെ വൈബ് പഠിക്കണമെങ്കിൽ ഇതാണ് ഒരു ട്രിക്ക്. ഈ വൈബ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെടുത്ത് ഈ വൈബിൽ നിൽക്കാം. ഓക്കെ. ചില വൈബ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു വേൾഡ് ഒന്നുമല്ല. ചില കൊളോക്കിയൽ ലാംഗ്വേജസ് അതൊക്കെ ഉള്ള ഡിഫറെന്റ് ആണ്. ഓക്കെ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ മദ്രസയിലെ സദർ മുദ്രിസ്, എന്റെ മോൻ ഈ മദ്രസയിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. കഴിഞ്ഞ കൊല്ലം വരെ ഓൺലൈന് നല്ല തർബിയത്താണ് ഈ മദ്രസയിൽ നിന്ന് കിട്ടിയത്, അൽഹംദുലില്ലാ. പക്ഷെ ഇക്കൊല്ലം ഓഫ്ലൈൻ മദ്രസയുടെ ഒരു സൗകര്യം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മാറ്റിയത്. കാരണം അത് കുറച്ചും കൂടി നല്ലതാണല്ലോ ഓഫ്ലൈൻ. അപ്പം ഈ മദ്രസയിലത്തെ സദർ മുദ്രിസ് ഞാൻ ഓർക്കുന്നുണ്ട്, ക്ലാസ് തുടങ്ങും. ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അയ്യവ, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ടേംസ് യൂസ്, അതായത് കുട്ടികളുടെ വൈബിൽ ഇറങ്ങി ചെന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാവരും ക്ലാസ്സിലിരിക്കാൻ താല്പര്യമാണ് ഇല്ലേ? അപ്പം ചില വേർഡ്സ്, നമ്മുടെ ടോൺ ഓഫ് ലാംഗ്വേജ് ഇതൊക്കെ മാറ്റിയാൽ മതി, വൈബ് ആവാൻ പറ്റും നമുക്ക്. ഓക്കെ. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പഴയ കാലം പോലെ പഴയ രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കുക, അങ്ങനത്തെ രീതിയിലാകുമ്പോഴാണ് അവർക്ക് ബോറടിക്കുന്നത്. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെക്ചറിങ്. ഒത്തിരി ലെക്ചറിങ് കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലായോ? ഇതാണ് ബേസ്. അതായത് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്സെപ്റ്റൻസ്. ഇത് ക്ലിയർ ആവണം. നമ്മുടെ മക്കൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം, ബി ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാരാകാം നമ്മൾ. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താൽ കുറേ കാര്യങ്ങൾ എളുപ്പമാക്കും. ഓക്കെ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ ആണെങ്കിൽ ഒരു വൈ ഇടാവോ ചാറ്റ് ബോക്സിൽ? എനിക്ക് വളരെ സന്തോഷമേ, എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ഒരുപാട് കമന്റ്സ് ഇടുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. ഐ എം വെരി ഹാപ്പി. ജസാക്കല്ലാഹു ഖൈർ. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് സ്ട്രാറ്റജി ക്ലിയർ ആയെങ്കിൽ വിൽ ഗോ ടു ദ സെക്കൻഡ് സ്ട്രാറ്റജി. സെക്കൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കണക്ഷൻ ബിഫോർ കറക്ഷൻ, അല്ലേ? ഇനി നമ്മൾ ലിമിറ്റ്സ് ഒക്കെ ഉണ്ടാക്കി, ബൗണ്ടറീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടി ഇത് ചെയ്യാൻ പാടില്ല, കുട്ടി ഇത് ചെയ്യണം എന്നൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ കറക്റ്റ് ചെയ്യണേക്ക് മുൻപ് കണക്ഷൻ ഉണ്ടാക്കണം. കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളും കുട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഹൗ ആർ വി ഗോയിങ് ടു ക്രിയേറ്റ് ദ ബോണ്ട്? അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് എക്നോളജ്മെന്റ്. എക്നോളജ്മെന്റ് എന്ന് പറയുന്നത് അംഗീകരിക്കൽ. ഓക്കെ. അംഗീകരിക്കൽ, അതായത് കുട്ടിക്ക് എന്താണോ തോന്നുന്നത് ആ സമയത്ത്, കുട്ടിയുടെ എന്താണോ ഫീലിങ്സ്, അത് ജസ്റ്റ് നമ്മൾ അംഗീകരിക്കാം. അതാണ് അക്നോളജ്മെന്റ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആണ് എംപതി. ഓക്കെ. എംപതി എന്ന് പറയുന്നത് എന്താ? സഹാനുഭൂതി. എംപതി പോലെ തന്നെയാണ് വേറെ സംഭവം സിംപതി, അത് സഹതാപം. ഇത് പക്ഷേ എംപതി, ദിറ്റ് ഇസ് സഹാനുഭൂതി. ഓക്കെ. ഈ ഒരു ക്വാളിറ്റിയും അത്യാവശ്യമാണ്. ഐ കം ഇൻ ടു ഡീപ്പർ. പിന്നെ മൂന്നാമത്തെ ഒരു ക്വാളിറ്റി വേണ്ടതാണ് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ. കാരുണ്യവും അനുകമ്പയും വേണം മക്കളടുത്ത്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി കണക്ട് ടു അവർ ചിൽഡ്രൻ. ഇനി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എക്നോളജ്മെന്റ്, അല്ലെ? അംഗീകരിക്കാം. അംഗീകരിക്കൽ എന്ന് ചുരുക്കം പറഞ്ഞാൽ ഫീലിങ്സ് ഒന്ന് വാലിഡേറ്റ് ചെയ്യാം. എന്താണ് ഈ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യുക? നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, അല്ലെ? നമ്മുടെ മൈൻഡാണ് ഈ ഇമോഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമോഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? സന്തോഷം, ഹാപ്പിനെസ്, ദുഃഖം, ആംഗ്രി, ഫിയർ. ഓക്കെ. പിന്നെ ഫിസിക്കൽ ഇമോഷൻസ് ആണ് ഹങ്കർ, തേഴ്സ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇമോഷൻസ്, നമ്മുടെ ബേസിക് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഇമോഷൻസ്. ഈ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. ബിക്കോസ് അത് നമ്മുടെ ഹോർമോൺസും കെമിക്കൽ ബാലൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അത് നമുക്ക് ഒരിക്കലും ബാലൻസ് ചെയ്യാൻ, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അത് തന്നെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. പക്ഷേ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇമോഷണൽ റെസ്പോൺസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്. അപ്പൊ കുട്ടിക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, കുട്ടിക്ക് ഒരു ഇമോഷൻ ഉണ്ടാവുന്നുണ്ട്. കുട്ടി നമ്മളടുത്ത് വരും, നമ്മൾ എന്താ ചെയ്യാം? നേരെ വിപരീതമായ ഒരു ഓപ്പോസിറ്റ് ഇമോഷനാണ് നമ്മൾ കുട്ടിയെ അടുത്ത് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല അവിടെ ചെയ്യേണ്ടത്. വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഷുഡ് വാലിഡേറ്റ് ദ ഇമോഷൻ. ആ ഇമോഷൻ എന്താണോ കുട്ടിക്ക് തോന്നിയത് അതിനെ ജസ്റ്റ് നമ്മൾ അംഗീകരിക്കാം. ഫോർ എക്സാമ്പിൾ, കുട്ടി കരഞ്ഞ്, അതായത് ഓടി കളിച്ച് വീണ് കരഞ്ഞിട്ടാണ് നമ്മളടുത്ത് വരുന്നത്. കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്, വളരെയധികം വേദന എടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ.
അപ്പൊ കുട്ടി എന്താ ചെയ്യാ? കുട്ടി കരഞ്ഞോണ്ട് വരുമ്പോ നമ്മൾ എന്താ പറയാ? ആ, നിനക്ക് അങ്ങനെ തന്നെ വേണം, നീ ഓടിക്കളിച്ചിട്ടല്ലേ, പറഞ്ഞ അനുസരിക്കാത്തോണ്ടല്ലേ നിനക്കിത് കിട്ടിയത്. ഇതായിരിക്കും നമ്മുടെ യൂഷ്വൽ റെസ്പോൺസ് അല്ലേ? പക്ഷേ ഇത് പറയുമ്പോൾ എന്താ ഉണ്ടാവുന്നേ? കുട്ടിയുടെ മനസ്സിൽ എന്താ തോന്നാം? ഓൾറെഡി കുട്ടി വേദനയിൽ സങ്കടം വന്നിരിക്കുവാണ്. ആൻഡ് മൈ മദർ, എന്റെ ഉമ്മയും എന്നെ അംഗീകരിക്കുന്നില്ല. കുട്ടിയുടെ മനസ്സ് അവിടെ മുറിവുണ്ടാക്കുകയാണ് അല്ലെ? അപ്പം ഈ മുറിവ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? സിമ്പിൾ മെത്തേഡാണ്. കുട്ടി നമ്മളടുത്ത് വരുന്നു, കരയുന്നു. ഓൾദോ നമ്മൾ അനുസരിക്കാത്തതുകൊണ്ടാണ് കുട്ടി വീണത് എങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാലിഡേറ്റ് ചെയ്യുക ഇമോഷന്. കുട്ടിക്ക് ഇപ്പൊ വിഷമമാണ്, സങ്കടമാണ്, വേദനയാണ്. ജസ്റ്റ് ഒന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുക. അതായത്, ഓ, മോന് വീണല്ലേ, ഓടിക്കളിച്ചിട്ട് വീണല്ലോ, വേദന എടുക്കുന്നുണ്ട്, എവിടെയാ മുട്ടിയെ, ഒന്ന് നോക്കാം, മുറിവൊന്ന് ഊതിക്കൊടുക്കുക, അതൊന്ന് കഴുകി മരുന്ന് തേച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. ഇതൊക്കെയാണ് അത്യാവശ്യം വേണ്ട വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ദേഷ്യത്തിലാകാം, പക്ഷെ ആ ദേഷ്യത്തെ നമ്മൾ പിടിച്ചു വെക്കണം. ദേഷ്യത്തെ പിടിച്ചു വെക്കാനുള്ള ഒരു ചെറിയ ട്രിക്കും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അത് വരും. ഓക്കെ, അപ്പൊ ഇതാണ് വാലിഡേഷൻ ഓഫ് ഇമോഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ആ കുട്ടി സമാധാനം ഉണ്ടാകും. കുട്ടി വിചാരിക്കും, യെസ്, ഉമ്മയും ഞാനും ഒരു ടീമിലാണ്. അപ്പൊ എന്താ അവിടെ ഉണ്ടായിരിക്കുന്നേ? ദർ ഇസ് എ കണക്ഷൻ. ഒരു വയർ കണക്ട് ചെയ്തു ഞാനും എന്റെ മോനും തമ്മിൽ അല്ലേ? അപ്പൊ ഇതാണ് വാലിഡേറ്റിംഗ് ദ ഫീലിങ്സ് എന്ന് പറയുന്നത്. കുട്ടി എന്താവശ്യം, ഇപ്പം ഇതൊരു ഉദാഹരണം. ഇനി അടുത്ത ഉദാഹരണം, കുട്ടി ഫോണിന് വേണ്ടി കരയുവാന്ന് വിചാരിക്കും. ഫോൺ വേണം, എനിക്ക് ഫോൺ കാണണം എന്ന് പറഞ്ഞ് കരയുവാണ്. എന്താ ചെയ്യേണ്ടത്? ഫോൺ നേരിട്ട് കൊടുക്കണോ? അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ? പിന്നെ ഫോൺ, നിനക്ക് ഫോണല്ല വേറെ എന്തെങ്കിലും തരണം അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ യൂഷ്വൽ റെസ്പോൺസ്. ഞാൻ ഇതെല്ലാ പേരൻസും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ സമയത്ത്? ഓ, മോനിക്ക് ഫോൺ കാണാൻ ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ, എനിക്ക് മനസ്സിലായി, നിനക്ക് ബോർ അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ഫോൺ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഫോൺ കാണുന്ന ഒരു റൂൾ ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, വീക്കെൻഡ്സിലായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് വീക്കെൻഡിൽ ഫോൺ കാണാം. നൗ വി ക്യാൻ പ്ലേ ടുഗെദർ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു കളറിങ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കഥ വായിക്കാം. ഇങ്ങനെ ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഡിസിഷനിലോട്ട് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എന്താണ്? കുട്ടിക്ക് ബോർ അടിക്കുന്നത് എന്നൊരു ഫീലിംഗ്, ആ ഒരു ഇമോഷനെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്തത്. ഓക്കെ, ഇതേപോലെ ലൈഫിൽ ഒരു ദിവസം തന്നെ ഒരു 100 കണക്കിന് ഇമോഷൻസ് വരും കുട്ടികൾക്ക്. അവർക്ക് അറിയില്ല ചിലപ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. ദേ മൈറ്റ് ബി ആംഗ്രി, ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും വരുന്നത്. നമ്മുടെ അടുത്ത് തന്നെ ചാടിക്കേറും, നമ്മളപ്പോ തിരിച്ചതിന്റെ അപ്പുറത്ത് അങ്ങോട്ട് ചാടും അല്ലേ? പക്ഷെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കാമായിരിക്കണം. കുട്ടികളുടെ അടുത്ത് പറയണം, നിനക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട് അല്ലേ, യു ആർ ഫീലിംഗ് ഇറിറ്റേറ്റഡ്, നീ ഇറിറ്റേറ്റഡ് ആണല്ലേ, ഇച്ചിരി ബുദ്ധിമുട്ട് പ്രയാസത്തിലാന്ന് തോന്നുന്നു. ഓക്കെ, കം, ഞാനൊരു ഒന്ന് കെട്ടിപ്പിടിക്കാൻ നിന്നെ, അപ്പൊ നിന്റെ ദേഷ്യമൊക്കെ പോകും എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കിയേ. നമ്മുടെ മക്കളാണ്, അവരെ നമുക്ക് എത്ര വേണമെങ്കിലും കെട്ടിപ്പിടിക്കുക, ചുംബനം നൽകാം, തലോടാം ഇല്ലേ? എത്ര വളർന്നാലും ഉമ്മമാർക്ക് അതിനുള്ള ഹക്കുണ്ട്. അപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്കിയേ, അവരുടെ ദേഷ്യം എവിടെ നിന്ന് ചോർന്നു പോയെന്ന് അറിയില്ല. അതിൽ കൂടെ നമുക്ക് അവരുടെ അടുത്തുള്ള ഒരു കണക്ഷൻ ഫോം ചെയ്യും. അപ്പൊ ഇതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് അക്നോളജ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ട്. ദർ ഇമോഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു സാധനം നമ്മൾ കണ്ടു അല്ലെ, എംപതി അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന് പറയുന്നത്. സഹാനുഭൂതിയും സിമ്പതി, അതായത് സഹതാപം. ഓക്കെ, ഈ രണ്ട് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എംപതിയാണ്. കാരണം സിമ്പതി എന്ന് പറഞ്ഞ ഒരു സഹതാപം, അതൊരു ജസ്റ്റ് റെക്കഗ്നിഷൻ മാത്രം. ആ, ഒരാൾക്ക് കാശില്ല, നമുക്ക് അയാളോട് ഒരു പാവം തോന്നി, അത്രയേ ഉള്ളൂ. പക്ഷെ എംപതി എന്ന് പറയുന്നത് അതല്ല. എംപതി എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് കാശില്ല, അയാൾ പാവപ്പെട്ടവനാണ്, എങ്കിലും അയാളുടെ ആ ഒരു ഇല്ലായ്മ ഫീലിംഗ് നമുക്ക് അനുഭവപ്പെട്ടു, അതാണ് എംപതി. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൈൻ. അപ്പൊ ഈ രണ്ടിലും ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എംപതിയാണ്. അതായത് മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് ഞാനും കൂടി അറിയുന്നു. ബീങ് ഇൻ അതേഴ്സ് ഷൂസ് എന്ന് പറയും. അതായത് അവരുടെ അവസ്ഥ എങ്ങനെയാണോ അവർ ഫീൽ ചെയ്യുന്നത്, സിമിലർ വേ എനിക്കും അനുഭവപ്പെട്ടു. ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കേണ്ടത്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളെ മക്കളിൽ നിന്ന് തന്നെ ആവാം. അവരുടെ സന്തോഷം നമ്മളുടെ സന്തോഷമാണെന്ന് വിചാരിച്ച് നമ്മൾ അത് അംഗീകരിക്കാം. അവരുടെ ദുഃഖം നമുക്കും അത് അനുഭവപ്പെട്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, വീണ് കാലുമുട്ടി ചോര വന്ന് കരഞ്ഞുകുട്ടി അല്ലെ? ആ സമയത്ത് നമുക്ക് എംപത്തൈസ് ചെയ്യാം. ഹൗ?
നോക്ക്, ഉമ്മിയും ഇതുപോലെ പണ്ട് ഓടിക്കളിച്ച് വീഴാറുണ്ടായിരുന്നു. ഉമ്മിക്ക് ഇതുപോലെ ഒത്തിരി വേദന എടുക്കും, കരയുമായിരുന്നു. അപ്പൊ അവിടെ എന്താണ്, ഒരു എംപതിയാണ് ക്രിയേറ്റ് ചെയ്തത്. നീയും വീണ് നിനക്ക് വേദന എടുത്ത്, ഉമ്മിക്കും ഇതുപോലത്തെ വേദന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉമ്മിക്ക് ആ വിഷമം ഉണ്ട് നീ വീണത് കൊണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു എംപതി, ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്ക് ശരിക്കും ഇത് ഇന്നർ ഹാർട്ടിൽ ഫീൽ ചെയ്യും, ദേ ഡോണ്ട് എക്സ്പ്രസ്. പക്ഷേ ഇതൊക്കെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെ അധികമായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പണി തീരും. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബൗണ്ടറീസിൽ തന്നെ കുട്ടികൾ നിൽക്കും. നമ്മുടെ കുട്ടികളെ നമ്മൾ അനുസരിക്കാത്തതിന്റെ മെയിൻ കാരണം നമ്മളായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല അവർക്ക്. അവരുടെ ലോകത്താണ്, നമ്മൾ നമ്മുടെ ലോകത്താണ്. അപ്പൊ നമ്മുടെ ലോകം ഒന്നാക്കണം. ഇറ്റ്സ് നോട്ട് മദർ വേഴ്സസ് ചൈൽഡ്, ഇറ്റ് ഈസ് എ ടീം. മദർ ആൻഡ് ചൈൽഡ് ഒരു ടീമാണ്. മദർ ആൻഡ് ചൈൽഡ് വേഴ്സസ് ദ ഇമോഷണൽ റെസ്പോൺസസ് ആണ് ശരിക്കും. അവർക്ക് വരുന്ന ഇമോഷന്റെ റെസ്പോൺസസിനെ നമ്മൾ തോപ്പിക്കുകയാണ് വേണ്ടത്, നോട്ട് മക്കളെ തോപ്പിക്കലല്ല നമ്മൾ വേണ്ടത്. ഓക്കെ, സോ ഹോപ്പ് എംപതി ഇസ് ക്ലിയർ അല്ലെ? ഈ എംപതി എന്ന് പറയുമ്പോൾ ശരിക്കും എംപതിയുടെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയില് ആയ നമ്പർ 128 അല്ലാഹ് പറയുന്നുണ്ട് അല്ലെ? എന്താ പറയുന്നത്? തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു തന്നിരിക്കുന്നു. പക്ഷെ ഈ പ്രവാചകന്റെ ഒരു ഗുണമാണ് അള്ളാഹു അടുത്ത് പറയുന്നത്. നിങ്ങൾ കഷ്ടപ്പാടുണ്ടാക്കുന്നത് സഹിക്കാൻ കഴിയാത്തൊരു പ്രവാചകനാണത്. അതായത് നബിയുടെ ഉമ്മത്തിനൊരു കഷ്ടപ്പാടുണ്ടായാലും നബിക്കത് സഹിക്കാൻ കഴിയില്ല. അതേപോലെ നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനുമാകണം. നമുക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം എംപതി എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ എംപതി എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ക്വാളിറ്റി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നതാണ്. സോ ഇറ്റ് ഈസ് മാൻഡേറ്ററി, നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ക്വാളിറ്റി നമുക്കും ഉണ്ടായിരിക്കണം. അപ്പൊ അത് ആദ്യം നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ മക്കളോട് തന്നെയാണ്. ഓക്കെ, അതേപോലെ നബിയുടെ പല ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാം നബിയുടെ ഈ ഒരു എംപതി എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ കേട്ട നബി ആ നമസ്കാരത്തെ ചുരുക്കും അല്ലെ? എന്തുകൊണ്ടാണ് നമസ്കാരത്തെ ചുരുക്കുന്നത്? ആ കരയുന്ന കുട്ടി പ്രയാസപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മ പ്രയാസപ്പെടാതിരിക്കാൻ. അപ്പൊ ആ കുട്ടിയുടെയും ഉമ്മയുടെയും പ്രയാസം നബി അനുഭവിച്ച്, എംപതി ആ അനുഭവിച്ചത് കൊണ്ടാണ് നബി നമസ്കാരത്തെ ചുരുക്കുന്നത് അല്ലെ? നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഇബാദയാണ്. പക്ഷെ ആ ഇബാദ പോലും നബി ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഒരു സ്ത്രീക്കും കുട്ടിക്കും വേണ്ടിയിട്ട് നബി ചുരുക്കുക എന്ന് പറയുന്നത്, ഇതിലേറെ എംപതിയുള്ള വേറെ ഒരു റിലീജിയൻ ഇല്ല, വേറെ ഒരു പ്രവാചകൻ ഇല്ല അല്ലെ? സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ലേൺ ഫ്രം അവർ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ സ്വഹാബി രണ്ട് കിളിക്കുഞ്ഞുങ്ങളായിട്ട് നബിയുടെ അടുത്ത് വരും. അപ്പൊ നബി ചോദിക്കില്ല ഇതിന്റെ മാതാവ് എവിടെയാന്ന്. ആ മാതാവ് ഇപ്പം വിഷമിക്കുന്നുണ്ടാവും അതിന്റെ കുഞ്ഞുങ്ങളെ കാണാതെ. അപ്പൊ ഒരു മിണ്ടാപ്രാണിയായ ജീവിയോട് പോലും അത്ര എംപതി കാണിക്കുന്ന നബിയായിരുന്നു നമ്മുടേത് അല്ലെ? അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആ നബിയെ മാതൃകയാക്കിക്കൂടാ? ഈ ഒരു കാര്യത്തില് നമ്മൾ നമ്മുടെ മക്കളോട് എംപതി കാണിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അല്ലേ? കണക്ഷൻ ബിഫോർ കറക്ഷൻ സ്ട്രാറ്റജിയിൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അക്നോളജ് ചെയ്ത്, വി വാലിഡേറ്റഡ് ദ ഫീലിങ്സ്, എംപതി കാണിച്ചു, ആൻഡ് വിത്ത് കൈൻഡ് ആൻഡ് കമ്പാഷൻ, കാരുണ്യത്തോടു കൂടിയും അനുകമ്പയോടും കൂടിയായിരിക്കണം ഇതൊക്കെ പറയേണ്ടത്. ദേഷ്യവും പൊട്ടിത്തെറിയിലായിട്ട് കാര്യമില്ല കേട്ടോ, അതിനൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ഒരു കാരുണ്യത്തോടു കൂടി വേണം കുട്ടികളുടെ ഇമോഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ കണക്ഷൻ ബിൽഡപ്പ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ഇൻവിസിബിൾ വയർ ക്രിയേറ്റ് ചെയ്തു നമ്മുടെ ഹാർട്ട് ടു ആ ചൈൽഡ് ഹാർട്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ആ ചിൽഡ്രൻ ബിക്കം ഇമോഷണലി സ്ട്രോങ്. നമ്മുടെ കുട്ടികൾക്ക് ഇമോഷൻസ് വന്നാൽ അതിനെ മനസ്സിലാക്കാനും അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ കുട്ടികളുടെ കുഴപ്പം എന്താ അറിയോ? തീരെ ഇമോഷണലി സ്ട്രോങ് അല്ല. ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും അത് വലിയതായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ? ഫോൺ കിട്ടിയില്ലെങ്കിലും പോയി ആത്മഹത്യ ചെയ്യും. ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വീട് വിട്ട് ഇറങ്ങിപ്പോകും. മാതാപിതാക്കളായിട്ട് പിണങ്ങി
വീട് വിട്ടിറങ്ങിപ്പോകും. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് ഇന്നത്തെ കുട്ടികള് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് അല്ലേ? അനീതിയായ കാര്യങ്ങൾ, നമുക്ക് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ നോട്ട് ഇമോഷണലി സ്ട്രോങ്. ഇപ്പൊ വരുന്ന ജനറേഷൻ എസ്പെഷ്യലി ഭാര്യ ഭർത്താവ് ഇപ്പൊ കുട്ടികൾ ഒരുപാട് ഡൈവേഴ്സ് കേസൊക്കെ കൂടിയിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? അവർ ഇമോഷണലി സ്ട്രോങ് അല്ല. ചെറിയ ഒരു ജീവിതത്തിൽ പ്രശ്നം വരുമ്പോഴേക്കും ദേ ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ, ദേ ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ. അപ്പോഴാണ് ഈ ഡൈവേഴ്സ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇമോഷണലി സ്ട്രോങ് ആക്കണമെങ്കിലും കണക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അവരുടെ ഇമോഷൻസിനെ ആദ്യം വാലിഡേറ്റ് ചെയ്ത് പഠിപ്പിച്ചാൽ മാത്രമേ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഇമോഷണലി സ്ട്രോങ് മക്കളാവാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് എക്സ്പ്ലെയിൻ ദ വൈ. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം ചെയ്യണ്ട അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോഴും കുട്ടികൾ ചോദിക്കുംല്ലേ, അതെന്തിനാ ഉമ്മി അങ്ങനെ പറഞ്ഞേ? എല്ലാ മക്കളും ഇന്നത്തെ കാലത്ത് ചോദിക്കും അല്ലേ? നമ്മൾ അങ്ങനെ ചോദിക്കുമായിരുന്നാ? നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ എന്തെങ്കിലും പറഞ്ഞാല് പിന്നെ അതിന് തിരിച്ച് കമ എന്നൊരു അക്ഷരം പറയാതെ നമ്മൾ അത് അനുസരിക്കും അല്ലേ? ബിക്കോസ് വി നോ നമ്മുടെ പേരൻസ് എന്ത് പറയുന്നതും നമ്മുടെ നന്മക്കാണെന്ന് നമുക്കറിയാം. എന്നിട്ട് നമുക്ക് അതിന്റെ റീസണിങ് ആവശ്യം ഉണ്ടായില്ല. അതായിരുന്നു നമ്മുടെ ജനറേഷൻ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. ദേ വോണ്ട് ടു നോ ദ റീസൺ. എന്തുകൊണ്ട്? ആയിക്കോട്ടെ, പറഞ്ഞു കൊടുത്തേക്കാം, എന്തിനാന്നുള്ളത് പറഞ്ഞേക്ക്. ഇപ്പൊ എന്ത് പോന്ന് നമ്മൾ നമ്മുടെ മക്കളോട് അത് ചെയ്യരുത് ഇത് ചെയ്യണമെന്ന് പറയണേന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അത് ചെയ്താലും അവർക്ക് അത് അനുസരിക്കാനുള്ള ഒരു ഇഷ്ടം വരും. ഓക്കെ, പക്ഷേ കണക്ഷൻ ഇല്ലാതെ എന്തിനാന്ന് പറഞ്ഞാൽ അവരനുസരിക്കാൻ പോണില്ല. ഫസ്റ്റ് കണക്ഷൻ തന്നെ ബിൽഡ് ചെയ്യണം കുട്ടിയായിട്ട്, ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ വൈ യു ഹാവ് സെറ്റ് എ റൂൾ. സ്ക്രീൻ ടൈം എന്തുകൊണ്ട് വീക്കെൻഡ്സിൽ മാത്രം, അല്ലെങ്കിൽ മേക്കപ്പ് എന്തുകൊണ്ട് പാടില്ല, അല്ലെങ്കിൽ നമസ്കാരം എന്തുകൊണ്ട് 5 നേരം നമസ്കരിക്കണം. എല്ലാത്തിനെയും വൈ റീസൺ കൊടുത്തോളൂ. യു ഹാവ് ദ റീസൺ ഇല്ലേ? അപ്പൊ നിങ്ങൾ അത് കൊടുക്കാം. ആൻഡ് ഓൾസോ ഹാർംഫുൾ കോൺസിക്വൻസസും കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ഈ കാര്യം ചെയ്താൽ, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് തന്നെ അത് ദോഷമുണ്ടാക്കും അല്ലേ? സ്ക്രീൻ ഒത്തിരി നേരം കണ്ടാൽ നിങ്ങളുടെ ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടാകും, നിങ്ങളുടെ സ്വഭാവത്തിന് ദോഷമാകും, നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യമില്ലാതെയാകും. അതൊരു ഹാർംഫുൾ കോൺസിക്വൻസ്. എക്സ്പ്ലെയിൻ ദാറ്റ്. ഒരു നഷ്ടവും വരാൻ പോണില്ല. നമ്മൾ ഈ 5.5 പേജിന്റെ ലെക്ചർ അടിക്കില്ലേ, അതിനേക്കാളും ഭേദമാണ് 2-3 സെന്റൻസിൽ ആ വൈ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അത്രയും പറഞ്ഞാൽ തന്നെ അവര് ഹാപ്പി ആകും. ഓക്കെ, ആൻഡ് ദേ ടെൻഡ് ടു ഡു വാട്ട് വി സേ. സോ ദിസ് ഇസ് എക്സ്പ്ലെയിൻ ദ വൈ. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ജനറേഷനിലെ എല്ലാ കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുത്തേ പറ്റൂ, എങ്കിലേ അവരെ നമ്മളടുത്ത് കോപ്പറേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നാലാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ബി സ്പെസിഫിക് ആൻഡ് പോസിറ്റീവ്. സ്പെസിഫിക് എന്ന് പറയുന്നത് കാര്യം എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അത് ക്ലിയർ ആയി തന്നെ പറയണം. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് കേട്ടിട്ടുണ്ടാവും. ചുമ്മാ അവിടെയും തട്ടി ഇവിടെയും തട്ടി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പറയാം. യൂഷ്വലി ഇത് ജോയിന്റ് ഫാമിലിയിലൊക്കെ കാണാറുണ്ട്. കാരണം ഗ്രാൻഡ് പാരന്റ്സ് കേൾക്കാതിരിക്കാൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ഈ റൂള്. അപ്പം അവരെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, തട്ടിമുട്ടാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. വൈ ഡു ദേ ഓൾവേസ് വാണ്ട് എ റീസൺ? ഇന്നത്തെ ജനറേഷന്റെ ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ്. ദേ തിങ്ക് എന്തുകൊണ്ട്, വൈ. ഉമ്മി വെറുതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതിന് പുറകിൽ ഒരു ഹിക്മ വേണ്ടേ, അതിനൊരു റീസൺ വേണ്ടേ? ദേ തിങ്ക് എക്സ്ട്രാ. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ നീഡ് ടു നോ ഇറ്റ്. അത് അവരുടെ ഹക്കാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. ഓക്കെ, വെറുതെ നമ്മൾ നോ എന്ന് പറയാൻ പാടില്ല. അതിനൊരു റീസണും കൂടി കണ്ടുവച്ചിട്ട് വേണം കുട്ടികളായിട്ട് എന്ത് കാര്യം നോ എന്ന് പറയാൻ. ഫൈൻ. ഓക്കെ, അപ്പൊ ഈ സ്പെസിഫിക് എന്ന് പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണം. ഞാൻ പറയുന്നത് തന്നെ വേണം കുട്ടികളുടെ വാപ്പ പറയുന്നത്, അത് തന്നെ വേണം വീട്ടിലുള്ള എല്ലാവരും പറയുന്നത്, ഗ്രാൻഡ് പാരന്റ്സും ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം അത് തന്നെ പറയണം. ഓക്കെ, കുട്ടി 5 നേരം നമസ്കരിക്കണം എന്ന് പറയുന്നത് ഞാൻ പറയും നമസ്കരിക്കണം സ്ട്രിക്റ്റ് ആയിട്ട്. ചിലപ്പോ വാപ്പ പറയും നീ തോന്നുമ്പൊക്കെ നിസ്കരിക്കണം, ഇത് കുട്ടിയല്ലേ സാരില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ചൈൽഡ് വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. കുട്ടിക്ക് കൺഫ്യൂഷൻ വരും. വാപ്പ അങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ സാരില്ല. അത് പാടില്ല. എന്ത് റൂളും നമ്മൾ കൊടുക്കുമ്പോഴും അത് സ്പെസിഫിക് ആയിരിക്കണം. വീട്ടുകാരടുത്ത് എല്ലാവരടുത്തും പറയണം ഇതാണ് ഇവിടുത്തെ റൂള്, കുട്ടിക്ക് കൊടുക്കേണ്ടത് ഈ റൂൾ തന്നെ കുട്ടി ഫോളോ ചെയ്യണം. അപ്പൊ ഇതാണ് സ്പെസിഫിക്.
ഇനി പോസിറ്റീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും നോ, ഇത് ചെയ്യരുത്, ഇത് വേണ്ട, ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ആണ് കൂടുതലും ചെയ്യുക. അതിന് പകരം നമുക്ക് പോസിറ്റീവ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ക്രീനിന്റെ എക്സാമ്പിൾ തന്നെ എടുത്താലും, ഓക്കെ, സ്ക്രീൻ ഇപ്പൊ കുട്ടി കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ നോ എന്നാ പറയാ അല്ലേ? അതിന് പകരം യെസ് യു ക്യാൻ വാച്ച് ദ സ്ക്രീൻ. അല്ലെങ്കിൽ ഇപ്പൊ പാർക്കിൽ പോകണം എന്ന് പറഞ്ഞാൽ യെസ് യു ക്യാൻ ഗോ ടു പാർക്ക് ബട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഹോംവർക്ക്. അല്ലെങ്കിൽ സ്ക്രീൻ കാണണം, യെസ് യു ക്യാൻ വാച്ച് ബട്ട് അറ്റ് ദ വീക്കെൻഡ്സ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ഓടുന്ന കുട്ടിയുടെ അടുത്ത് എന്താ പറയാ, ഓടല്ലേ വീഴും, ഓടല്ലേ വീഴും എന്നല്ലേ പറയാ. പക്ഷെ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? മോനെ സൂക്ഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ മതി. അപ്പം കുട്ടിക്ക് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം വന്ന് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനും വേണ്ട. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പോസിറ്റീവായിട്ട് സ്പെസിഫിക് ആയിട്ട് കൊടുത്താൽ ദ ചൈൽഡ് വിൽ ടെൻ ടു ഡു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം ദ ചൈൽഡ് വിൽ ഡു. പക്ഷേ ഇതിനൊക്കെ പ്രയർ ആയിട്ട് എന്താ വേണ്ടത്? കണക്ഷൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ നമ്മുടെ ബോർഡേഴ്സ്, ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ യു ഷുഡ് ബി കാം ആൻഡ് കൺസിസ്റ്റന്റ്. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ പറയേണ്ടത്. നല്ല രീതിയിൽ കാംല് റെസ്പെക്ട്ഫുൾ വേർഡ്സിലും ആൻഡ് കൺസിസ്റ്റന്റ്. ഇന്ന് പറയുന്ന റൂള് തന്നെയാണ് നാളെ പറയുന്നത് തന്നെയാണ് മറ്റന്നാള്. അത് എല്ലാപ്പോഴും സെയിം തന്നെയാണ് കേട്ടോ. ഇന്നിപ്പൊ നിങ്ങൾ ഫോൺ കാണണ്ടെന്ന് പറഞ്ഞ് നാളെ കൊടുത്തു, അത് ശരിയില്ല. ഓക്കെ, അപ്പൊ റൂൾ ഷുഡ് ബി കൺസിസ്റ്റന്റ് എവ്രി ഡേ. മേക്കപ്പ് ഇന്ന് ചെയ്തോളാൻ പറഞ്ഞ് നാളെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അത് ശരിയാവില്ല. ഓക്കെ, വൺസ് ഇൻ എ വൈൽ മേക്കപ്പ് ഇസ് ഓക്കെ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലോ, അപ്പൊ കുട്ടി വിചാരിക്കും പിന്നെ എന്താ വേറെ സ്ഥലത്ത് പോയാലും മേക്കപ്പ് ഇട്ടാല് ഇല്ലേ? ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആക്സെപ്റ്റബിൾ. റൂൾസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം, വെദർ ഇറ്റ് ഇസ് ടുഡേ, ടുമോറോ ഓർ എനി അതർ ഡേ. പിന്നെ നോൺ വെർബൽ ക്യൂസ് യൂസ് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മക്കളെ നമ്മൾ പുഞ്ചിരിക്കുക, അവരെ കെട്ടിപ്പിടിക്കുക, തലോടുക, ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ചില കുട്ടികൾ വന്ന് പറയും ദി ക്രേവ് ഫോർ ഹഗ് ഫ്രം പേരൻസ്. പേരൻസ് വർക്കിംഗ് ആയിരിക്കും, അവർക്ക് സമയമില്ല, അവരെന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന കുട്ടികളുണ്ട് കേട്ടോ. ഇത് പറയുന്ന ടീനേജോ അഡൾട്ട് കുട്ടികളല്ല, ചെറിയ മക്കളുണ്ട്. ദാറ്റ് ഇസ് ദ റിയാലിറ്റി ഓഫ് എ സൊസൈറ്റി. ചെറിയ കുട്ടികളെ പോലും തലോടാദ്യം അങ്ങനെ എന്ന് വെച്ചാൽ ഈ കുട്ടി ബേബി ആയിരിക്കുമ്പോ അതിനെ കടൽ ചെയ്യാതെയും ഹഗ് ചെയ്യാതെയും തീരെ ശ്രദ്ധിക്കാതെ ഓട്ടിസം വന്ന കുട്ടികളടക്കമുണ്ട്. ഐ പേഴ്സണലി നോ സം പീപ്പിൾ ഫുൾ ടൈം അവർക്ക് സ്ക്രീൻ മാത്രം കൊടുക്കാം, അവർക്ക് ഒരു കോണ്ടാക്ട് ഇല്ല കുട്ടികളായിട്ട്. ബിക്കോസ് അൺപ്ലാൻഡ് ആയിരിക്കും ചിലപ്പോൾ പ്രഗ്നൻസി, അല്ലെങ്കിൽ ആ കുട്ടി അൺപ്ലാൻഡ് ആകാം. പക്ഷെ അള്ളാഹ് നിയമത്തിനെ നമുക്ക് തന്നില്ലേ, തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളയാൻ പറ്റുമോ? വി കാൺ ഡു ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെയുള്ള കേസസ് വരുന്ന കാലത്താണ് നമ്മൾ യു ഷുഡ് ബി വെരി വെരി ടച്ചബിൾ ടു അവർ ചിൽഡ്രൻ. അവർ സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അല്ലാതെ അവർ അടുത്തിരുത്തി അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക. സോ ദിസ് ഫിസിക്കൽ ടച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇത് കൂട്ടും. ആൻഡ് ദേ ഡോണ്ട് ഗോ അവേ ഫ്രം അസ്. നമ്മളിൽ നിന്ന് അവർ അകലൂല, അതൊരു ഗ്യാരണ്ടിയാണ് ഫിസിക്കൽ ടച്ച്. ഓക്കെ, പിന്നെ വരുന്ന കാര്യം നോ നാഗിങ്. നാഗിങ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാര്യങ്ങൾ എടുത്ത് പറയുക. ഓക്കെ, വല്ലാഹി ഇത് പറയുമ്പോഴേ എനിക്ക് നല്ല വിഷമമുണ്ട്. ബിക്കോസ് ഐ ഹാവ് ദിസ് ബാഡ് ഹാബിറ്റ്. ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ അത് ചിലപ്പോഴൊക്കെ വന്നു പോകും. അത് ബേസിക് ഹ്യൂമൻ നേച്ചർ ആയതുകൊണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേഷനിലായിരിക്കുമ്പോൾ അത് വന്നു പോണതാണ്. പക്ഷെ ഈ നാഗിങ് എന്ന് പറയുന്ന സംഭവം ഇസ് വെരി വെരി ടോക്സിക്. അത് കുട്ടികളുടെ മൈൻഡ് വല്ലാതെ ബ്രേക്ക് ചെയ്യും. എന്ന് പറഞ്ഞാല് ഇതാണ് സംഭവം. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇങ്ങനെ ചെയ്യണം. ഇതാണ് നാഗിങ് ചുരുക്കി പറഞ്ഞാല്. ഓക്കെ, ഈ കഴിഞ്ഞ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഇങ്ങനെ പറയല് അത് തീരെ പാടില്ലാത്തൊരു കാര്യമാണ്. ഫൈൻ. അപ്പൊ ഇതാണ് ഫോർത്ത് സ്ട്രാറ്റജിയിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഫോർത്ത് സ്ട്രാറ്റജിയിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ്, നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കില്ല അല്ലെ? ഈ പറഞ്ഞ പോലെ കുട്ടി കരഞ്ഞോണ്ട് വരുന്ന, അല്ലെങ്കിൽ കുട്ടി വാശി പിടിക്കുന്ന, നമ്മൾ ചിലപ്പോൾ അവരെ പ്രസന്റ് ചെയ്യുന്ന ഒരു മൂഡിലായിരിക്കില്ല. സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ഹോർമോണൽ ഫിസിക്കൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? അപ്പൊ എല്ലാപ്പോഴും നമുക്ക് അവരെടുത്ത് ആ മോനെ നിനക്ക് ഇത് പറ്റിയ, ആ മോനെ നിനക്ക് അത് പറ്റിയോ, അയ്യോ പോട്ടെ സാരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ നമുക്കും ആ ഒരു ആങ്കർ ഫ്രസ്ട്രേഷൻ വന്നു പോകും. ആ സമയത്ത് യൂസ് ചെയ്യാൻ ഒരു സിമ്പിൾ ട്രിക്കാണ് ഡീപ് ബ്രെത്ത്സ്. ഓക്കെ,
ഡീപ് ബ്രെത്ത് എന്ന് പറയുന്നത് ലെങ്തി ബ്രീത്തിങ് ആണ്. അതൊരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. നമ്മൾ നമ്മുടെ മൂക്കിൽ കൂടെ ശ്വാസം ഫുള്ളും വലിക്കുക, കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് വായ കൂടി അത് വിടുക. ആ ചെയ്യുന്ന സമയത്തില്ലേ നമ്മുടെ ഫ്രസ്ട്രേഷൻ, ആങ്കർ ഒന്ന് പോകും. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഇല്ലേ, ദേഷ്യത്തിലായിരിക്കില്ല, കുറച്ചും കൂടി കാമർ ആയിട്ടായിരിക്കും നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ ഡീപ് ബ്രെത്ത്സ് നമുക്ക് ആ സമയത്ത് വരണമെങ്കിൽ ഇത് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ഉണ്ടാവണം. ബ്രീത്തിങ് എക്സസൈസ് എന്നും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ സമയത്ത് ഡീപ് ബ്രെത്ത്സ് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പം എന്നും ഇപ്പൊ നമസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം മൈൻഡ്. കണ്ണടച്ചിട്ട് 4 മിനിറ്റ്സ് ഡീപ് ബ്രെത്ത് എടുക്കുക ഇൻസൈഡ് ത്രൂ നോസ്, എന്നിട്ട് ഹോൾഡ് ചെയ്യുക ഫോർ 4 സെക്കൻഡ്സ് ആൻഡ് ദെൻ ബ്രീത്ത് ഔട്ട് ത്രൂ മൗത്ത്, വായെ കൂടി ആ ശ്വാസം വിടുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് റിലാക്സിങ് കിട്ടും. ഓക്കെ, മൈൻഡ് റിലാക്സിങ് ടെക്നിക്സ് ആണ്. അതുപോലെ അതുക്കാറുകളൊക്കെ ചെല്ലുന്നവർക്കും ഈ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല പവർ കിട്ടും കേട്ടോ. ഓക്കെ, സോ അപ്പൊ ഈ ഡീപ് ബ്രെത്ത്സ് എടുത്താൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ കുറയും. നമ്മൾ ആംഗ്രിയിൽ, അതായത് ദേഷ്യത്തോടെ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ കാമറായിട്ട് കുറച്ചും കൂടി കുട്ടികളെ കണക്കിലെടുക്കാൻ പറ്റും. അതേപോലെ ലോങ് ലെക്ചേഴ്സ് ഇപ്പോഴത്തെ ജനറേഷൻസിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഫ്രസ്ട്രേഷൻ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൂഡ് ഉണ്ടാവില്ല ഇതേപോലെ വാലിഡേറ്റ് ചെയ്യാൻ. മോൻക്ക് വിഷമായോ, അല്ലെങ്കിൽ മോൻക്ക് ഇപ്പൊ ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹഗ് കൊടുക്കാനൊന്നും നമുക്ക് ചിലപ്പോൾ മൂഡ് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ബിസി ആയിരിക്കും നമ്മുടെ വർക്കിലും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഹമ്മിങ് കൊടുക്കാം. അതായത് എന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ജസ്റ്റ് പറയാം. ഓക്കെ, കുട്ടികൾ തല്ലിടിച്ചിട്ട് വരും. എനിക്ക് സ്ഥിരം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ തല്ലുപിടുത്തം. തല്ലുപിടിച്ചിട്ട് വരും, ഒരാളുടെ കംപ്ലൈന്റ്, മറ്റാളുടെ കംപ്ലൈന്റ്. നമ്മൾ ചിലപ്പോൾ വല്ല വർക്കിലായിരിക്കും, തല പെരുകും, എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്താ ചെയ്യുക, ഡീപ് ബ്രെത്ത്സ് എടുക്കും ആൻഡ് സ്റ്റേ ദർ, ഒന്ന് ഹം ചെയ്യും, രണ്ടുപേരുടെയും വർത്താനായിട്ട് എന്ന് മോളും. അത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അങ്ങ് പൊക്കോളും. അവർക്ക് മനസ്സിലാവും ഉമ്മി ഇപ്പൊ റിയാക്ട് ചെയ്യുന്ന മൂഡിലല്ല, സോ ലെറ്റ്സ് നോട്ട് സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ അവർ പോകും. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ ടെക്നിക്സ്. അതായത് എപ്പോഴും നമുക്ക് കുട്ടികളെ വാലിഡേറ്റ് ചെയ്യാനും അവരെ കൺസോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ചില സമയത്ത് നമ്മൾ ഇങ്ങനെയും റെസ്പോണ്ട് ചെയ്താൽ ദിസ് വുഡ് നോട്ട് ക്രിയേറ്റ് എ ഹാംഫുൾ ഇഫക്റ്റ്. ഇത് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഒരു നെഗറ്റീവ് ഒന്നും വരില്ല, മേ ബി പോസിറ്റീവ് ആയിട്ടും ഒന്നും വരില്ല. പക്ഷെ പോസിറ്റീവ് വന്നില്ലെങ്കിലും സാറില്ല, നെഗറ്റീവ് വരാതെ ഇരിക്കണമല്ല. കുട്ടികളുടെ മൈൻഡ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇവിടെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ കിട്ടുന്നത്. അപ്പം ഇതാണ് 4 ടെക്നിക്സ് അല്ലെങ്കിൽ 4 സ്ട്രാറ്റജീസ് പറഞ്ഞത് നമ്മൾ. ഇനി 5th സ്ട്രാറ്റജി, അവസാനത്തെ സ്ട്രാറ്റജിയാണ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മളിപ്പോ ഒരു ബൗണ്ടറി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് വെച്ചും, പക്ഷെ അതിന് പകരമായിട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഇന്നത്തെ കുട്ടികൾക്ക്. ഓക്കെ, അതിനാണ് ഓൾട്ടർനേറ്റീവ് യെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചോയ്സസ് കൊടുക്കണം അവർക്ക്, പ്രൊവൈഡ് ചോയ്സസ്. ഓക്കെ, ഇപ്പൊ കുട്ടി പറയുവാണ്, ഫോർ എക്സാമ്പിൾ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ചില സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. ഓക്കെ, ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഉണ്ടാക്കി അങ്ങ് തിന്നിട്ട് പോയാൽ മതി, അതല്ലേ പറയാൻ നമ്മള്. അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല, പച്ചക്കറി തിന്നില്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാ, നമ്മൾ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ ഒരുപാട് ലെക്ചർ കൊടുക്കും. ഇതൊന്നും കുട്ടിയിൽ ഏൽക്കൂല. ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അല്ലേ, അപ്പൊ ഓക്കെ, പച്ചക്കറി ഉണ്ടാക്കിക്കുന്ന ഉമ്മി എനിക്ക് ഈ പച്ചക്കറി ഇഷ്ടമില്ല എന്ന് പറയും. വാട്ട് വി ഹാവ് ടു ഡു, വാലിഡേറ്റ് ദർ ഇമോഷൻ. ഓക്കെ, നമ്മളും ചിലപ്പോൾ ചെറുപ്പത്തിൽ പച്ചക്കറി തിന്നാത്ത ആളായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മോനിക്ക് ഈ പച്ചക്കറി ഇഷ്ടമില്ല അല്ലേ, ആ ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ, പച്ചക്കറി തിന്നാലല്ലേ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസും വിറ്റാമിൻസ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, മോനിക്ക് ഈ ഈ പച്ചക്കറി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല, വേറെ ഏത് രൂപത്തിൽ ഉണ്ടാക്കുന്നതെന്ന് ഇഷ്ടമെന്ന് ചോദിക്കുക. അപ്പൊ ചിലപ്പോൾ ഒരു ആൻസർ കിട്ടുമായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്, ഉടനെ അത് ഉണ്ടാക്കി കൊടുക്കണോ, അല്ല. നമ്മൾ പറയണം ഓക്കെ, നെക്സ്റ്റ് ടൈം ഉമ്മി അങ്ങനെ ഉണ്ടാക്കുക. അതാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് യെസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടൈം ഐ വിൽ ഡു ഇറ്റ് ഹൗ യു ലൈക്ക്. പക്ഷെ ഇപ്പൊ ഉമ്മി ഇത് ഉണ്ടാക്കി, സോ ട്രൈ ഈറ്റിംഗ് സംതിങ് ലിറ്റിൽ, കുറച്ചെങ്കിലും ഒന്ന് തിന്നോ എന്ന് ചോദിക്കാം. ഉറപ്പായിട്ടും ആ കുട്ടി നമുക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും തിന്നും. അവൻക്ക് നമ്മളോട് ഒരു അലിവ് തോന്നും, എന്റെ ഉമ്മ പാവം കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്, ഇച്ചിരെങ്കിലും ഞാൻ തിന്നാം എന്ന് പറഞ്ഞ ആ കുട്ടി തിന്നും. ഇതാണ് ഓൾട്ടർനേറ്റീവ്സ്. പക്ഷെ ആ കുട്ടി പറഞ്ഞ രീതിയിൽ നമ്മൾ വീണ്ടും വേറൊരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം. ഫൈൻ, ഓക്കെ. അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സസ്. ഇപ്പൊ സ്ക്രീനിന് വേണ്ടി വാശി പിടിക്കുന്ന കുട്ടിയാണെങ്കിലും നമ്മൾ റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വീക്കെൻഡിൽ സ്ക്രീൻ കൊടുക്കുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ അപ്പൊ കൊടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ പറയാ, മോൻക്ക് ബോർ അടിക്കുന്നുണ്ട് അല്ലേ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ക്രീൻ നമുക്ക് കാണാം, ബട്ട് അറ്റ് ദ വീക്കെൻഡ്
ഇപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു കഥ ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് പാർക്കിൽ പോയി കളിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പസിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഗെയിം കളിക്കാം. ഈ ഗെയിംസ് ഒക്കെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ് ഔട്ട് ആയ കാര്യങ്ങളാട്ടാ. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ എത്ര ഗെയിംസ് ആണ് ഫ്രണ്ട്സ് ആയിട്ടും കസിൻസ് ആയിട്ട് കളിക്കാം. നെയിം പ്ലേസ് തിങ് ആനിമൽ, കള്ളനും പോലീസും, ഇതേപോലത്തെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇന്ന് അതിന്റെയൊക്കെ ഒരു നാമോനിശാനില്ല അല്ലെ, അതൊന്നും അറിയപ്പെടുന്നും കൂടിയില്ല. ഇങ്ങനെയുള്ള ഗെയിംസ് ഒന്ന് കുട്ടികളായിട്ട് നിങ്ങൾ കളിച്ചു നോക്ക്, നിങ്ങളുടെ ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ട്. ഇറ്റ് വുഡ് ബി വെരി നൈസ്. അവർക്കത് ഓർത്തിരിക്കാൻ പറ്റിയ ട്രഷർ മെമ്മറീസാ ശരിക്കും പറഞ്ഞ. ഇതിന്റെ മുന്നിലൊന്നും അവരൊരിക്കലും ഫോൺ ചോദിക്കാൻ കൂടിയില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ടൈം ഇല്ല. വി ഡോണ്ട് ഹാവ് ടൈം ടു ഗിവ്. അപ്പൊ ആ ഒരു ടൈം ഉണ്ടാക്കി എടുത്തേ പറ്റൂ, എങ്കിലേ നമുക്ക് ഈ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ 5 സ്ട്രാറ്റജീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് how we can set a limit or boundary to our children. Fine. Hope ഇത് എല്ലാവർക്കും ക്ലിയർ ആണ്. ക്ലിയർ ആണെങ്കിൽ ഒരു വൈ ഇട്ടേക്കെ. യെസ്, ഓക്കെ. ഇനി ഞാൻ കുറച്ച് റിയൽ ലൈഫ് സിനാരിയോസ് ഇടാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഇത്ര നമ്മൾ തിയറിറ്റിക്കൽ കണ്ടല്ലോ, ഇത് ഞാനൊരു കുറച്ച് എക്സാമ്പിൾസിലൂടെ പറഞ്ഞുതരാം എങ്ങനെയായിരിക്കണം നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഫസ്റ്റ് കേസാന്ന് വിചാരിക്കാൻ, ഒരു മൂത്ത കുട്ടി, അതായത് മൂത്ത കുട്ടിയും തീരെ വലുതൊന്നുമില്ല, ഒരു 6-7 വയസ്സായത് അല്ലെങ്കിൽ ഒരു 5 വയസ്സായ കുട്ടി വന്നിട്ട് പറയണം അമ്മയുടെ അടുത്ത്, മമ്മ ഐ ഡോണ്ട് ലൈക്ക് മൈ യങ്ങർ ബ്രദർ. എനിക്ക് എന്റെ ചെറിയ ബ്രദറിന് ഇഷ്ടമില്ല, ഐ ഹേറ്റ് ഹിം എന്ന് പറയാണ്. എന്തായിരിക്കും നമ്മുടെ നോർമൽ റെസ്പോൺസ്? നിന്റെ അനിയനാണ് അവൻ, നീ അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പാടില്ല, നീ അവനെ നോക്കേണ്ട ആളാണ്, നമ്മുടെ ലെക്ചറിങ് തുടങ്ങും അല്ലേ? വി ഡോണ്ട് ഫീൽ വാട്ട് ദ ചൈൽഡ് ഇസ് ഫീലിംഗ്. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് അവിടെ ചുറ്റുപാട് കാണുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തോണ്ട് വരുന്ന ഒരു റിയാക്ഷൻ ആണ് അനിയനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യണം അല്ലെ? എങ്ങനെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യണം? കുട്ടിക്ക് ഇപ്പൊ എന്താണ് ഇമോഷൻ? വിഷമമുണ്ട്, അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഹേറ്റ്രെഡ്നെസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ പറയണം, ആ ഉമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലാകും നിനക്ക് ഭയങ്കര വിഷമമുണ്ട് അല്ലേ നിന്റെ അനിയനോട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നിനക്ക് ആ കുട്ടിയെ ഹേർട്ട് ചെയ്യാനോ ഒന്നും ചെയ്യാനോ പറ്റൂല. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യേ, നിനക്ക് എന്താണെന്ന് നിന്റെ മനസ്സിൽ തോന്നുന്നത് നിന്റെ അനിയനെ കുറിച്ച് നീ അതൊന്ന് വരച്ച് കാണിക്കുക, അല്ലെങ്കിൽ എഴുതി കാണിക്കുക. എങ്കിലും ഉമ്മിക്കത് മനസ്സിലാവും, നമുക്ക് ഈ പ്രോബ്ലം ഒരുമിച്ച് സോൾവ് ചെയ്യാം. ഒരു ചേട്ടനും അവന്റെ അനിയനെ മനഃപൂർവ്വം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ല. ആ റീസൺ സോർട്ട് ഔട്ട് ചെയ്യാല് നാച്ചുറലി ദ ബ്രദർ വിൽ ലവ് ഹിസ് യങ്ങർ വൺ. ഓക്കെ, അപ്പം ഈ രീതിയിൽ വേണം നമ്മളെ കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റെസ്പോൺസ്. ഇനി സെക്കൻഡ് റെസ്പോൺസ് പറയുന്നത്, ഹോപ്പ് ദ ഫസ്റ്റ് റെസ്പോൺസ് ഇസ് ക്ലിയർ. ഇനി സെക്കൻഡ് റെസ്പോൺസ് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാൻ ഈ ലൈഫ് സിനാരിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വരാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് റെസ്പോൺസ്, ഒരു ടോഡ്ലർ, അതായത് ഒരു 2-3-4 വയസ്സായ കുട്ടി, 2 to 4 years ആയ ഒരു കുട്ടി, ലഞ്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ വന്നിട്ട് പറയണം, ഉമ്മ എനിക്ക് ഇനിയും വിശക്കുന്നു. വാട്ട് ഈസ് എ യൂഷ്വൽ റെസ്പോൺസ്? ഉടനെ നമ്മൾ പറയും, ഇപ്പൊ തന്നെ എന്റെ ഭക്ഷണം കഴിച്ചത്, എനിക്കൊരു തോന്നലാണ് വിശപ്പ്, ഇനി ഒന്നും കിട്ടുമൊന്നുമില്ല, ഞാനിപ്പോ കിച്ചണിലെല്ലാം ഒതുക്കി വെച്ചു, ഇനി ഒന്നും കിട്ടുമൊന്നുമില്ല അല്ലേ, അവിടെ നാട്ടിൽ പോയിക്കുന്നു. ഇതാണ് നമ്മുടെ യൂഷ്വൽ റെസ്പോൺസ്. പക്ഷെ എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു അവർ സ്ട്രാറ്റജി? ആദ്യം തന്നെ ഇമോഷനെ വാലിഡേറ്റ്. കുട്ടിക്ക് ഇപ്പൊ ഒരു ഫിസിക്കൽ ഇമോഷൻ വന്നിട്ടുണ്ട്, ഹങ്കർ. വിശക്കാതെ കുട്ടി വെറുതെ വന്ന് പറയോ? ഗ്രോയിങ് ഏജിൽ ഇത് നോർമൽ ആണ്, ഭക്ഷണം കഴിച്ച ഉടനെ വിശക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോർമലായി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതാ നമ്മൾ പറയുന്നത്, ആ ചൈൽഡിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ന്. അപ്പൊ കുട്ടിയുടെ സൈക്കോളജിയെ മനസ്സിലാക്കിയാലേ നമുക്ക് കുട്ടിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചൈൽഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഓക്കെ, അതായത് എനിക്ക് ഇപ്പൊ അറിയാം മോൻക്ക് വിശപ്പ് തോന്നുന്നുണ്ട് അല്ലേ, പെട്ടെന്നാണല്ലോ വിശന്നേ മോൻക്ക്. പക്ഷെ ഞാനിപ്പോ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് ഇപ്പൊ കഴിക്കാനായിട്ട് എടുക്കല് അത് പ്രയാസമാണല്ലോ ഉമ്മിക്ക്. ഒന്നല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. അപ്പൊ നമ്മള് വാലിഡേറ്റ് ചെയ്ത ഇമോഷന് നമ്മുടെ പ്രയാസം മനസ്സിലാക്കി കൊടുത്ത് റീസൺ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അല്ലെ. ഇനി നമ്മൾ പറയേണ്ടത് ചോയ്സസ് കൊടുക്കും.
ചില കാര്യങ്ങൾക്ക് ചോയ്സസ് കൊടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോ കേസ്. ഇവിടെ നമ്മൾ ചോയ്സസ് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ മോന് ഈവനിങ് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് സംതിങ് ഹെൽത്തി സ്നാക്സ്. ഹെൽത്തി സ്നാക്സ് അതായത് എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. സോ ദിസ് ഇസ് വാട്ട് വി ഗിവ് ചോയ്സസ്. അപ്പൊ നമ്മൾ അവിടെ കുട്ടി ശരിക്കും പറഞ്ഞാൽ അതൊരു അബ്നോർമൽ ക്രേവിംഗ് ആയിരിക്കും. ലഞ്ച് കഴിഞ്ഞിട്ട് വല്ല സ്വീറ്റ്സ് കഴിക്കാനോ ചോക്ലേറ്റ്സ് കഴിക്കാനോ ബേക്കറി ഐറ്റംസ് കഴിക്കാനോ ഒരു ക്രേവിംഗ് ആയിരിക്കും. അത് ഹങ്കർ ആയിട്ട് വന്നതായിരിക്കും. കുട്ടിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സോ വി പേരൻസ് ഹാവ് ടു കൺട്രോൾ ഓവർ ദാറ്റ്. അപ്പൊ നമ്മൾ ഹെൽത്തി സ്നാക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് തന്നെയാ വിശപ്പടങ്ങും. ഓക്കെ, അപ്പം അവിടെയാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് പെരുമാറേണ്ടത്. ഇനി ഒരു മൂന്നാമത്തെ സിറ്റുവേഷന് ഞാൻ പറഞ്ഞു, നെഗറ്റീവ്സിന് മാത്രമല്ല വാലിഡേഷൻ, പോസിറ്റീവായ കാര്യങ്ങൾക്കും നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. സന്തോഷമുള്ള കാര്യമാണെങ്കിലും നമുക്ക് അവരുടെ ഇമോഷൻസിന് അക്നോളജ് ചെയ്യാം. ഇപ്പൊ ഒരു കുട്ടി ഒരു കളറിംഗ് വർക്ക് കാണിച്ചിട്ട് നമ്മളടുത്ത് വന്ന് കാണിക്കാൻ കേട്ടോ, നമ്മൾ എന്താ പറയാ, ആ വെരി ഗുഡ്, വെരി നൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അടച്ചു വെക്കും, അല്ലെ? അത്രയും. അപ്പൊ കുട്ടി എന്താ വിചാരിക്കുക, ഞാൻ ഇത്രയും നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് കളർ ചെയ്തിട്ട് ഉമ്മീതേന്ന് ജസ്റ്റ് ഒരു വെരി ഗുഡ് അല്ലെങ്കിൽ വെരി നൈസ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് കുട്ടിക്ക് തോന്നും, അല്ലെ? അപ്പൊ ഇവിടെയും നമ്മൾ ആ ഒരു ഇമോഷനെ വാലിഡേറ്റ് ചെയ്യണം. കുട്ടി കളറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്താല് വാട്ട് ഈസ് ദ ഇമോഷൻ? കുട്ടി ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആണ്. ലെറ്റ്സ് വാലിഡേറ്റ് ദാറ്റ്. വാവ്, യു ഡിഡ് ദ കളറിംഗ് ജോബ്, അല്ലേ? നീ അത് കളർ ചെയ്തില്ലേ, അപ്പൊ നിനക്കിപ്പൊ നല്ല സന്തോഷായല്ല. എന്നിട്ട് ആ കളറിംഗ് ഒന്ന് എടുത്തു നോക്കിയിട്ട് നല്ല രീതിയിൽ കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ട്. ഈവൻ ദോ അത് നീറ്റ് ആയിരിക്കില്ല, പക്ഷെ നമ്മുടെ മക്കൾ ചെയ്യുന്നത് നമ്മളെ നീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കുറച്ച് വേർഡ്സ് അങ്ങ് കയറ്റി കൊടുക്കാം. അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് കാര്യങ്ങൾക്കും നമുക്ക് അവരെ വാലിഡേറ്റ് ചെയ്യാം, നോട്ട് ഓൺലി ഫോർ നെഗറ്റീവ്. അവർക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമല്ല അവരെ കൂടെ നിൽക്കുന്നത്, അവരെ സന്തോഷ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിന്നാല് ഇറ്റ് വിൽ ബി വെരി ഈസി. അപ്പൊ ഇതാണ് കുറച്ചൊരു ലൈഫ് സിനാരിയോസ് ഞാൻ എടുത്തത്. ഇനി ഞാൻ ആ കമന്റ് ബോക്സിൽ വന്നൊരു ചോദ്യം വായിക്കാം. ഇഫ് വി ഓവർ പ്രൊട്ടക്ട് ചിൽഡ്രൻ വെൻ ദേ ആർ യങ്, will they grow up into teenagers who show childish behavior? ഓക്കെ, ഇവിടെ ഓവർ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക്. ഇതൊരിക്കലും ഒരു ഓവർ പ്രൊട്ടക്ഷൻ അല്ല. ദിസ് ഇസ് ജസ്റ്റ് എ പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൊട്ടക്ഷൻ ഫ്രം ദർ എബ്നോർമൽ ബിഹേവിയർ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആകും, അല്ലെങ്കിൽ നമ്മളെ അടുത്തത് മാറൂല, ഡിപ്പെൻഡന്റ് ആവും എന്നൊക്കെ നിങ്ങളുടെ ഒരു തോന്നല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്യുന്നോണ്ട് അവർ ഇമോഷണലി സ്ട്രോങ് ആകും. when they go to teenage they will be able to handle their emotions. അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ സ്വന്തം ഒരു പ്രാപ്തി കിട്ടും. ഇത് പ്രൂവനാ, റീസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സ്ട്രാറ്റജീസ് ആണ്. ഇതൊരിക്കലും കുട്ടിയിൽ ചൈൽഡിഷ് ബിഹേവിയർ നിലനിർത്തില്ല. ഇതിനൊരു പ്രൂവൻ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്കൊക്കെ അറിയോന്നറിയില്ല, ക്രിങ്ക് വെൽബീങ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. ഓക്കെ, അതിന്റെ സിഇഒ ആണ് മറിയം വിധു ആൻഡ് ഐഷ ശ്രുതി. ദേ ആർ മൈ ഫ്രണ്ട്സ്. അവരുടെ മക്കളാണ് ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസ്. അവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അവരുടെ ഒരു ഫേം ഉണ്ട്, യു ക്യാൻ കോൺടാക്ട് ദം, അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ മറിയം വിധുയുടെ 4 മക്കള്, ദേ ആർ ബ്രോട്ട് അപ്പ് ലൈക്ക് ദിസ്. മൂത്ത ആളിപ്പോ ടീനേജ് എത്തി, he is just 16 or 17 years old, but he is a major software developer in their company. ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ടാണോ ആ കുട്ടി ടീനേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്? അല്ല, ദേ ആർ ഇമോഷണലി സ്ട്രോങ് കിഡ്സ്. മാഷാഅല്ലാ, may Allah give lots of barakah to their family, because അവരിലൂടെയാണ് ഞാൻ പോലും പാരന്റിങ് എന്താന്ന് പഠിച്ചതും പല ഫാമിലീസിലെ പ്രശ്നങ്ങൾ മാറുന്നതും പല ആൾക്കാർക്ക് പാരന്റിങ് എന്താന്നുള്ളത് മനസ്സിലാവുന്നതും അവരിലൂടെയാണ്. സോ ഇത് ഒരിക്കലും ഒരു ഓവർ പ്രൊട്ടക്ഷൻ അല്ല. വി ആർ റേസിംഗ് അവർ കിഡ്സ് ഇമോഷണലി സ്ട്രോങ് ആൻഡ് ദിസ് ഇസ് പ്രൂവൻ ആണ്, റീസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്ത മെത്തേഡ് ആണ്. ഓക്കെ, ഹോപ്പ് ദ ആൻസർ ഇസ് ക്ലിയർ. ഇനി നമ്മളപ്പോ ഈ സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയി അല്ലേ? ടൈമായി, ഞാൻ സ്പീഡപ്പ് ആക്കാം. ഓക്കെ, അപ്പം അള്ളാഹു ഇല്ലേ നമുക്ക് സൂറത്ത് തഗാബുൻ ആയ നമ്പർ 15 പറയുന്നുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. അതായത് നിങ്ങളുടെ സമ്പത്തും
നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാകുന്നു. തീർച്ചയായും അല്ലേ? ഇനി അള്ളാഹു ആണ് മഹത്തായ പ്രതിഫലം നൽകുന്നത്. എങ്ങനെയാ ഈ നൽകുന്നത്? ഈ പരീക്ഷണം വിജയിച്ചാൽ മാത്രമേ നൽകുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം കേട്ട് ജസ്റ്റ് ഒരു സ്ട്രാറ്റജി മാത്രമാണ്, ഇതിനപ്പുറം ഒരുപാടുണ്ട് പാരന്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടുത്തെ പറയാൻ കാരണം എന്ന് വെച്ചാല് നമ്മുടെ പരീക്ഷണമാണ് നമ്മുടെ മക്കൾ. അതൊരു ഫാക്റ്റ് ആണ്. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ വേണം. നമുക്ക് തോന്നിയ പോലെ വളർത്തിയിട്ട് കാര്യമില്ല ഇന്നത്തെ ജനറേഷനിൽ. അതുകൊണ്ട് വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്ത് തന്നെ വളർത്തണം, അല്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെടും. അതേപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹത്തിന് അതായത് സമ്പത്തും സന്താനങ്ങളുമാണ് പരീക്ഷണം എന്ന് എടുത്തു പറഞ്ഞേക്കുന്ന അള്ളാഹു? നമുക്ക് വേറെ പരീക്ഷണങ്ങൾ കുറവാണ് സത്യമായിട്ടും, ഇല്ലേ? നമുക്ക് മുമ്പുള്ളവരെ നോക്കാം. സൂറ ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലെ, أعوذ بالله من الشيطان الرجيم أم حسبتم أن تدخلوا الجنة ولما يأتيكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ മുൻപുള്ളവർക്കും ഒക്കെ അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ പരീക്ഷണങ്ങൾ വിജയിക്കാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പക്ഷെ അവർക്ക് വന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പോവർട്ടി, അതായത് സമ്പത്തില്ലായ്മ, ഹാർഡ്ഷിപ്പ്, അതേപോലെ ഒരുപാട് പ്രയാസങ്ങളാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എന്ത് പരീക്ഷണമാണ് അള്ളാഹു തന്നിരിക്കുന്നത്? ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത്, ഇന്നത്തെ സമൂഹം, അതായത് ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ, ഇല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന പലതുമാണ് നമ്മുടെ മുൻപിലുള്ളത്, ഇല്ലേ? ഇപ്പം AI വന്നുകൊണ്ട് ഇനിയും എളുപ്പമായിക്കൊണ്ടിരിക്കുക ജീവിതം. പക്ഷെ അപ്പം നമുക്ക് അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നുമില്ല. പണ്ടുള്ള ആൾക്കാർക്ക് കരണ്ട് ഉണ്ടായില്ല, വെള്ളം കിട്ടൂലായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഭക്ഷണം ഉണ്ടാവൂലായിരുന്നു. അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും അവർ അതിജീവിച്ചിട്ടാണ് വന്നത്. നമുക്ക് എന്ത് പരീക്ഷണമാണ് ആ രീതിയിലുള്ളത്? നമുക്കുള്ള ഏറ്റവും ഇല്ലേ, പിന്നെ ഈ ലോകത്ത് നടക്കുന്ന തിന്മകളുടെ ഫിത്തന. കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആയിപ്പോയെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാലത്തുള്ള പരീക്ഷണങ്ങളായി പറയാം. ഒന്ന് മക്കളെ കൊണ്ടുള്ള പരീക്ഷണം, ഒന്ന് സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണം, പിന്നെ ലോകത്തുള്ള തിന്മകളുടെ പരീക്ഷണം. ഇതേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഫിസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് നമുക്ക് ഇല്ല ഇന്നത്തെ കാലത്ത്. രോഗങ്ങൾ കൊണ്ടുണ്ട്, അത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് തന്നെ വരുന്നതാട്ടോ. പക്ഷെ അതെല്ലാവർക്കും ഇല്ലല്ലോ. പണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ ഒരു ഫിത്തന ഉണ്ടാകും. അതിൽ അതിജീവിച്ചിട്ടാണ് അവർ സ്വർഗത്തിലൊക്കെ കിടക്കുന്നത്. നമുക്ക് ആ രീതിയിൽ നോക്കുമ്പോൾ യാതൊരു പരീക്ഷണവും ഇല്ലാതെ അള്ളാഹു നമുക്ക് എത്രയോ എളുപ്പമാക്കി തന്നിരിക്കുന്നു നമ്മുടെ ജീവിതം, ഇല്ലേ? അപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ ചലഞ്ചാണ് നമ്മുടെ മക്കള്. ഓക്കെ, ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടും മെന്റൽ ആയിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ് മക്കൾ. അപ്പൊ ഈ പരീക്ഷണത്തിൽ ജയിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പാരന്റിങ് ക്ലാസ്സസും പാരന്റിങ് സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം അല്ലെ, പാരന്റിങ്. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക. വെറുതെ വളർത്തിയാൽ പോരെ, ദീനനുസരിച്ച് തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന, നാളെ നമുക്ക് അവര് വലിയൊരു അസത്തായി മാറണം അല്ലെ. ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ്സ് അല്ലെ. എന്തുകൊണ്ട് അവർ അസറ്റ്സ് എന്ന് പറയാൻ കാരണം സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴിയാണ് നമുക്കവര്. മക്കളെ വളർത്തി ദീനനുസരിച്ച് പഠിപ്പിച്ച് തൗഹീദിൽ നിലനിർത്തുന്ന മക്കളായാല് അവര് നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇല്ലേ? നമ്മൾ മരിച്ചു പോയാലും പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവും. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമുക്ക് കിട്ടുന്ന ഒരു അസറ്റ് ആണ്. അത് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു മാർഗമായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് പാരന്റിങ്ങിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തോ ആവാം, ആ മക്കളല്ലേ, നമുക്ക് തോന്നിയ പോലെ വളർത്താം, ലെറ്റ് ദം ബി വാട്ട് എവർ എന്നതല്ല. നമുക്കൊരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട്, ജന്ന. ആ ജന്നത്തിലോട്ട് വരണമെങ്കിൽ നമുക്കൊരു മാർഗമാണ് നമ്മുടെ മക്കൾ. ഒബ്വിയസ്ലി പേരൻസും ഒരു മാർഗമാണ്.
അതുകൊണ്ട് അതിന്റെ കൂടെ മക്കളും ഒരു മാർഗമാണ്. ഇനി ഈ മക്കൾക്ക് അവർക്ക് സ്വർഗത്തിൽ പോകണമെങ്കിലും നമ്മളൊരു മാർഗമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മക്കളാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ എത്തണം. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. എന്താണ് ഇവിടെ? രണ്ട് ബ്രദേഴ്സ് കോർട്ടിൽ ഫൈറ്റ് ചെയ്യായിരുന്നു മദറിന് വേണ്ടിയിട്ട്. സ്വത്തിനും പണത്തിനും അല്ല, ഉമ്മക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യായിരുന്നു. രണ്ടുപേരും വാശി പിടിക്കുന്ന ഐ വിൽ ടേക്ക് മൈ മദർ ടു മൈ ഹോം, ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. എൽഡർ ബ്രദറും യങ്ങർ ബ്രദറും. അവസാനം ജഡ്ജ് ചോദിച്ച മദറിനോട്, നിങ്ങൾക്ക് ആരുടെ കൂടെയാ പോകേണ്ടത്? ഉമ്മ പറഞ്ഞു, ഞാൻ അതെങ്ങനെയാ പറയാ, എനിക്ക് ഒരു മോനോടും അങ്ങനെ കൂടുതലും കുറവ് ഇഷ്ടമല്ല, എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവസാനം ജഡ്ജ് തീരുമാനിച്ച് യങ്ങർ ബ്രദർ, അതായത് യങ്ങർ മോന്റെ കൂടെ ഉമ്മക്ക് പോവാന്ന്. അപ്പൊ എൽഡർ ബ്രദറിന്റെ ഹാലാണ് ആ കാണുന്നത്. ഹീസ് ക്രൈയിങ് ലിറ്ററലി. സി, നമ്മുടെ സൊസൈറ്റിയിൽ ഉമ്മനെ തട്ടിക്കളയുന്ന ഒരു കാലമാണ് അല്ലെ? നീ നോക്കിക്കോ, നീ നോക്കിക്കോ, എനിക്കിത് പറ്റൂല, എനിക്ക് ആ പ്രശ്നമുണ്ട്, എനിക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന കാലത്ത് ഉമ്മയെ നോക്കാൻ വേണ്ടി തല്ലി പിടിക്കുന്ന മക്കള്, ആ മക്കളാക്കി നമ്മൾ മാറ്റണമെങ്കിൽ ഇൻഫാക്ട് നമ്മൾ ആദ്യം മാറണം. നമ്മുടെ തോട്ട്സ് ആദ്യം മാറണം. നമ്മുടെ സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്യണം. വി ഹാവ് ടു ഡു ലോട്ട്സ് ഓഫ് അൺലേണിംഗ് ആൻഡ് ദെൻ റീലേണിംഗ്. ഇത് ചെയ്താൽ മാത്രമേ ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ എത്തിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ അൾട്ടിമേറ്റ് വിൽ ഹാവ് ജന്ന ഇൻഷാ അല്ലാഹ്. ഓക്കെ, ടൈം വളരെ കുറവാണ്. കുറച്ച് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈമിൽ ഞാൻ കുറെ ഇപ്പൊ പറഞ്ഞു. സ്ക്രീൻ ടൈം എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു സ്ട്രിക്റ്റ് റൂൾ വേണം. ബൗണ്ടറീസ് ക്ലിയർ ആക്കി കൊടുക്കണം. അതായത് വീക്കെൻഡ്സിൽ മാത്രമാണ്, എത്ര നേരോ എന്നതുള്ളതൊക്കെ അതിൽ ഫേം ആയിരിക്കണം. ഫോൺ മേടിക്കുമ്പോഴും ഫോൺ കൊടുക്കുമ്പോഴും എല്ലാം. എങ്കിലേ നമുക്ക് സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് മേക്കപ്പ് ആൻഡ് ഡ്രസ്സിംഗ് സ്റ്റൈൽ. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഇന്ന് കാണുന്ന മേക്കപ്പ് ഇടുന്നത്, അതായത് അവര് ഇൻഫ്ലുവൻസ് ആവുന്നതാണ് പുറം ലോകത്തിൽ നിന്ന്. നോൺ ഇസ്ലാമിക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഇതൊക്കെ എങ്ങനെ നമുക്ക് ക്ലിയർ ബൗണ്ടറീസ് വരച്ച് അവരെ കൊണ്ടുവരാൻ പറ്റുന്നു. ഇതിനാദ്യം വേണ്ടത്, ഇതിനും മൂന്നാമത്തത്, അതായത് ഫോളോയിങ് ഇസ്ലാമിക് റൈച്വൽസിന് ആദ്യം വേണ്ടത് ഫ്രം ദ ഫാമിലിയാണ്. ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും സ്ട്രിക്റ്റ് ഇസ്ലാമിക് റൂൾസ് ഫോളോ ചെയ്യുന്നവരായിരിക്കണം. എസ്പെഷ്യലി പേരൻസ്. പേരൻസ് ഇസ്ലാമിക് റൂൾ സ്ട്രിക്റ്റ് ആണെങ്കിൽ മക്കളും അത് കാണും അല്ലെ? അത് കണ്ട് പഠിക്കും. അതൊന്ന്. പിന്നെ ഉമ്മ മേക്കപ്പ് ഇടുന്ന ഉമ്മയാണെങ്കിൽ മക്കൾ ഒബ്വിയസ്ലി മേക്കപ്പ് ഇടും. മക്കളോട് മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും കേൾക്കൂല. അപ്പൊ ഉമ്മ അത് ഓൾ ടൈം അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. ഏത് രൂപത്തിലാണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പെർമിസിബിൾ ഇൻ ഇസ്ലാം. ഡ്രസ്സിംഗ് സ്റ്റൈലായാലും ഉമ്മയായിരിക്കണം ആദ്യം മക്കൾക്ക് മാതൃകയാവേണ്ടത്. ഓക്കെ, ഇനി ഡ്രസ്സിംഗ് സ്റ്റൈലും മേക്കപ്പും കുട്ടികൾ ഒത്തിരി വാശി പിടിക്കുകയാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സിൽ അത്രയ്ക്കും നമ്മുടെ മക്കളെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഈ അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ ലെറ്റ് ദം ഡു അറ്റ് യുവർ ഹോം when only there are mehrams at your home. Okay, in front of your brother or in front of your father. അല്ലെങ്കിൽ അവർക്ക് പറയാം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡിന് മുന്നിൽ ഒരുങ്ങിക്കോ നോൺ ഇസ്ലാമിക് ഡ്രസ്സസ്, അവന് മുന്നിൽ മാത്രം വേറെതോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. അതാണ് നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ്. യെസ്, ബട്ട് നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് എനി നോൺ മെഹറംസ്. നോൺ മെഹറംസിന് മുന്നിൽ സ്ട്രിക്റ്റ് ആയിട്ട് അത് പാടില്ല. അതിന്റെ റീസൺ എക്സ്പ്ലെയിൻ വൈ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അവർക്ക് നല്ല രീതിയിൽ. അതിനൊരു ഇസ്ലാമിക് കൾച്ചറാണ് നമ്മൾ വീട്ടിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നമ്മുടെ സംഘടന ഒരുപാട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീനേജേഴ്സിനായാലും കുട്ടികൾക്കായാലും പ്രോഫ്കോൺ പോലെയുള്ള അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം കുട്ടികളെ എൻറോൾ ചെയ്യിപ്പിക്കുക, അതാണ് ചുരുക്കം. കുട്ടികൾക്ക് എത്രയോ ഇസ്ലാമിക് ക്ലാസ്സസ് കിട്ടുന്നു അത്രയും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. ആദ്യമൊക്കെ പോവാൻ മടിയായിരിക്കും, കുറച്ച് ഫോഴ്സ് ആയിട്ട് തന്നെ കൊടുക്കുക, അവരെ കൂടെ നമ്മളും പോവാ. അങ്ങനെ കേട്ട് കേട്ടേ മാറുള്ളൂ കുട്ടികൾ. ഓക്കെ, ഇസ്ലാമിക് റൈച്വൽസ് ഇതുപോലെ തന്നെ 5 നേരം നമസ്കരിക്കാൻ മടിയുള്ള മക്കളുണ്ടാകും, ഖുർആൻ ഓതാൻ മടിയുള്ള മക്കളുണ്ടാകും. ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഇസ്ലാമിക് കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പം അതിൽ വരുമ്പോഴും നമ്മൾ ഇസ്ലാമിക് റൂൾസ് ഫോളോ ചെയ്യുന്നതിന് പകരം ഹറാമായ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കണം. അതായത് മ്യൂസിക്, ഫിലിം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. കാരണം ഇതൊക്കെ കയറുന്ന ഹൃദയങ്ങളിലേക്ക് ഖുർആനും കയറുകയില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇസ്ലാമിക് റൂൾസ് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാൻ. പിന്നെ അതിന്റെ ബെനിഫിറ്റ്, റീസൺ പറഞ്ഞു കൊടുക്കുക. സ്വർഗത്തെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദേ വിൽ ബി അട്രാക്റ്റീവ്. അത് കിട്ടാൻ വേണ്ടി അവർ പരിശ്രമിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്ലാസ്സസിനും മദ്രസകളും എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളെ വിടുക. ഞാനൊക്കെ ശരിക്കും പറഞ്ഞ ഒരു 12th വരെ നമസ്കരിച്ചിരുന്നത് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. ബിക്കോസ് ഓൺലി ദേ ഫോഴ്സ്ഡ് മീ. മനസ്സറിഞ്ഞിട്ടല്ല ഞാൻ നമസ്കരിച്ചതും ഹിജാബ് ചെയ്തിരുന്നതും. പക്ഷെ ഇതുപോലുള്ള ക്ലാസ്സസ്, പ്രോഫ്കോൺ എസ്പെഷ്യലി, അതിലൊക്കെ പോയതിനു ശേഷമാണ് നമുക്ക് ശരിക്കും ദീൻ എന്താണ്, വൈ ആർ വി ലിവിങ് ആസ് എ മുസ്ലിം എന്നതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്.
അപ്പൊ അത് ആ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോ വൺ ഈസ് ഗോയിങ് ടു ചേഞ്ച് ദം. അവർക്ക് പിന്നെ അത് മതി ലൈഫ് ലോങ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എവിടെന്നാ അവർക്കത് ക്ലിക്ക് ആവാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഫൈൻ. ഓക്കെ. ഇനി ഒരു ദുവ, അതായത് ഖുർആനിലുള്ള ഒരു ദുവ മാതാക്കൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കി കൊടുത്ത പോലെ എനിക്ക് തോന്നാറ് കേട്ടോ. വെൻ ദർ ഇസ് എ ടൈം ഓഫ് ഹാർഡ്ഷിപ്പ്, മക്കൾ വല്ലാതെ ബഹളം വെക്കുന്നത്, നമുക്ക് ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ദുവ ചെല്ലിയാല് ദ പീസ് യു ഗെറ്റ് അത് നമുക്ക് പറയാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂഷ്വലി എന്റെ മക്കള് തല്ലുപിടിക്കുമ്പോൾ ഞാൻ ഉറക്കെ ഓതു ഇതുവ, ലെറ്റ് ദം ഹിയർ ഓൾസോ. ഉമ്മി അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ദുവ ചെല്ലും. ഓക്കെ. അപ്പം ഈ ദുവ നിങ്ങൾ പഠിച്ചു വെക്കുക. എ ടൈം ഓഫ് ഹാർഡ്ഷിപ്സ് ജസ്റ്റ് റിസൈഡ് ദിസ്, അള്ളാഹ് വിൽ ഷ്യൂർലി ഹിയർ യു. അള്ളാഹ് എന്തായാലും അതിനൊരു മറുപടി തരും. ഓക്കെ. സോ ദിസ് ഇസ് വാട്ട് ദ ക്ലാസ് ഇസ് അബൌട്ട് ദ സ്ട്രാറ്റജീസ്. എങ്ങനെയാണ് നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ കുറെ ബൗണ്ടറീസ് വെക്കേണ്ടത്, അതൊരു ഹെൽത്തിയർ വേയിലായിരിക്കണം, സോ ദാറ്റ് ചിൽഡ്രൻ ഡോണ്ട് ഗോ അവേ ഫ്രം ദിസ്. ഇൻ ഫാക്ട് ദേ കം ടു us and connect with us. സോ ഹോപ്പ് ഡൗട്ട്സ് ഒന്നും ഇല്ല. ഞാൻ ചാറ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ക്ലാസ് നെയിം ഫോർ ടീനേജേഴ്സ്, അത് നിങ്ങൾക്ക് ഭാരവാഹികളായിട്ട് ബന്ധപ്പെടാം, അവരെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. And Jazakallahu Khair Bangalore Islai Center for giving me such an opportunity. And Jazakallahu Khair for the wonderful crowd here. 100+ people ഉണ്ട്. അപ്പം എല്ലാവരും കീനായിട്ട് ഈ ക്ലാസ് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ സ്ട്രാറ്റജീസ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ നിങ്ങളുടെ മക്കൾക്കനുസരിച്ച് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്താൽ 100% മക്കൾ നല്ല മക്കളായിട്ട് വളരും. കാരണം ഇത് നമ്മുടെ ഒരു വലിയ ടെസ്റ്റ് ആണ് ദുനിയാവിലത്തെ. ഇതിൽ നമ്മൾ ജയിച്ചേ പറ്റൂ. സ്വർഗം വേണമെങ്കിൽ ഇതിൽ ജയിച്ചേ പറ്റൂ. സോ ഇൻഷാ അല്ലാഹ് അല്ലാഹ് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് നിർത്തുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ ഹുസ്ന, before we could proceed to the vote of thanks, നമ്മുടെ ബാംഗ്ലൂർ ഇസ്ലാഹി സെന്ററിനെ പറ്റി ഒരു 2 മിനിറ്റ് ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ അണ്ടറിൽ നമ്മൾ എല്ലാ വെഡ്നസ്ഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ 3 ദിവസവും രാവിലെ 6:15 മുതൽ 7 മണി വരെ ഖുർആൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇതിന്റെ ഇൻവിറ്റേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് വാട്സപ്പ് മെസ്സേജ് വന്നതിൻ്റെ കൂടെയുള്ള ഇൻവിറ്റേഷൻ മെസ്സേജിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ അപ്ഡേറ്റും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഖുർആൻ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അതായത് ഇപ്പോൾ നടക്കുന്ന സൂറത്തുൽ ആലി ഇമ്രാൻ എല്ലാ വെഡ്നസ്ഡേയും സാറ്റർഡേയും, പിന്നെ സൂറത്തുൽ മുഅ്മിനൂൻ എല്ലാ സൺഡേയും വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന ക്ലാസ്സാണ്. പാഠങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയ എല്ലാ രീതിയിൽ പോകുന്ന ഒരു നല്ലൊരു ക്ലാസ്സാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസ ഓൺലൈൻ മദ്രസ, അൽ ഫുർഖാൻ ഓൺലൈൻ മദ്രസ, അതിൽ 2 ബാച്ച് ഉണ്ട്. ഇന്ത്യൻ ബാച്ച്, മിഡിൽ ഈസ്റ്റ് ബാച്ച്. ഇന്ത്യൻ ബാച്ച് വൈകുന്നേരം 5 മുതൽ 6:10 വരെയും, മിഡിൽ ഈസ്റ്റ് ബാച്ച് 8:45 മുതൽ 9:45 വരെയും, മൺഡേ ടു തേഴ്സ്ഡേ ആണ്. അതല്ലാതെ ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്ക് പല സ്ഥലങ്ങളിൽ മദ്രസകളും ഉണ്ട്. അതായത് ശിവാജി നഗർ, BTM ലേഔട്ട്, ഹെഗഡെ നഗർ, ഇന്ദിരാനഗർ, ഓക്ലിപുരം, ഇപ്പോൾ ഇലക്ട്രോണിക് സിറ്റി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മുടെ മദ്രസകളുമുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസും യൂസ് ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇൻഫാക്ട് 119+ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ സ്പീക്കർ നമ്മുടെ ഒരു മദ്രസയുടെ എക്സ് പേരന്റ് കൂടിയാണ്. അപ്പോൾ അത്രയും നമ്മളോട് വളരെ അടുത്ത ഒരു കണക്ഷൻ വെച്ച ഒരു
വെക്കുന്ന ഒരു പേരന്റും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ഡോക്ടർ ഇസ്ന ഇബ്രാഹിമിനും അതോടൊപ്പം ഓരോ ഉമ്മമാർക്കും എൻ്റെ പേരിലും ബാംഗ്ലൂർ ഇസ്ലാഹി സെന്ററിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരു ചോദ്യം ഇടയ്ക്ക് വന്നിരുന്നു, ടീനേജേഴ്സിന് വേണ്ടി ക്ലാസ് ഉണ്ടെന്ന്. അടുത്ത സെഷൻ ഇൻഷാല്ലാ ഈ മന്ത് എൻഡില് 26th സാറ്റർഡേ ഇൻഷാല്ലാ കുട്ടികൾക്കുള്ള ഒരു സെഷൻ ഉണ്ടായിരിക്കും. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ടോപ്പിക് എന്താണ്, അതിന്റെ ആ സെഷൻ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അത് രണ്ടും നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലും കൂടെ എല്ലാവരും പങ്കെടുക്കണം. വന്ന ഓരോരുത്തർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.